അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അങ്ങ് തെലുങ്ക് നാട്ടിൽ നിന്ന് ഡബ് ചെയ്ത് മൊഴിമാറ്റി ഒരു മലയാള സിനിമ നമ്മുടെ ഗോകുലം ഗോപാലൻ സാർ മലയാളത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. മിറായി എന്നാണ് എൻ്റെ പേര്. കാർത്തിക് ഘട്ടംനിനി അങ്ങനെ പേര്. ഘട്ടംനിനി അങ്ങനെയാണത് പ്രൊണൗൺസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി എഴുതി ഡയറക്റ്റ് ചെയ്ത് ക്യാമറ ഉൾപ്പെടെ ചെയ്ത സിനിമയാണ് മിറായി. തേജ സജ നമ്മുടെ ഹനുമാനിലൊക്കെ അഭിനയിച്ച പയ്യനാണ് ഇതിൽ നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അതിന് മുമ്പ് അതുപോലൊരു ഫാൻറ്റസി പടം ചെയ്തിട്ടുണ്ടല്ലോ പുള്ളി. ആര്? തേജ സജ. അത് പടം പുള്ളി ഇപ്പോൾ അടുപ്പിച്ച് ഫാൻറ്റസി പടങ്ങളാണല്ലോ. ആണോ? ഹനുമാൻ എനിക്ക് ഓർമ്മയാണ്. അതിന് മുമ്പ് ഇത് പടമാണ്. അതിന് മുമ്പ് പുള്ളി മറ്റേ സോംബി റെഡ്ഡി അല്ല അഭിനയിച്ചു. സോ നമുക്ക് മിറായിയെ പറ്റി സംസാരിക്കാം. മിറായിയുടെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ പോയി സിനിമ കണ്ടു. സിനിമയെ പറ്റി ഇങ്ങനെ കുറച്ച് റിവ്യൂസ് കണ്ടിരുന്നു. പിന്നെ തിയേറ്ററിൽ ആളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഇന്നലെ ചെന്ന തിയേറ്ററിൽ കുറച്ചധികം സീറ്റ് ബുക്ക്ഡ് ആയിരുന്നു, പക്ഷേ അവിടെ ആളില്ലായിരുന്നു. ഞങ്ങൾ വന്നപ്പോഴാണ് ആൾ കഴിഞ്ഞത്. തിയേറ്ററിൻ്റെ വാതിക്കൽ ഒരു 8 പേര് അല്ല 9 പേര് നിറഞ്ഞു നിൽപ്പുണ്ട്. അത് കണ്ടപ്പോഴേ മനസ്സിലായി 10ാമത് ഒരാളെ അവിടെ കിട്ടിയാൽ ഷോ അടക്കുന്നുണ്ടെന്ന്. സോ അങ്ങനെ ഞങ്ങൾ പോയി ടിക്കറ്റ് എടുത്തു. ഷോ തുടങ്ങി. പടം അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ എനിക്ക് പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ പടത്തിൻ്റെ ഐഡിയ പരമായി ഇതിൽ ട്രെയിലറൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സിലാവും. ഒരു കുറച്ച് ഫാൻറ്റസി, മിത്തോളജിക്കൽ ഫാൻറ്റസി അല്ലേ, ഒരു ആക്ഷൻ പടമാണ്, ബേസ്ഡ് ചെയ്ത ഒരു പടമാണ്. അതിനകത്ത് ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് തന്നെ 60 crores അവർ ചെയ്തിരിക്കുന്നത്. ആ ബഡ്ജറ്റിനകത്ത് നല്ലൊരു എന്താ പറയുക, ഒരു വിഷ്വൽ ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി പടം എടുക്കാനുള്ള ശ്രമം അവർ നടത്തിയിട്ടുണ്ട്. അത് ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ. എനിക്ക് പേഴ്സണലി ഈ ടൈപ്പ് ഓഫ് സിനിമ കുറച്ച് ഇഷ്ടമാണ് കാണാൻ. അപ്പോൾ ഞാനിങ്ങനെ തുടക്കം മുതൽ ഇങ്ങനെ ഇരിക്കും, ഇതെന്താ ഇതിൻ്റെ കഥ എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ നമ്മളിങ്ങനെ പടത്തിലിങ്ങനെ തോടിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ 10 മിനിറ്റ് തന്നെ ഇതിൻ്റെ ലൈൻ അവർ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒരാളെ കൊണ്ടങ്ങ് നരേറ്റ് ചെയ്യിക്കും. നമ്മുടെ യൂഷ്വൽ സിനിമ ആൾക്കാർക്ക് ആക്ച്വലി തെലുങ്കിൽ പ്രഭാസായിരുന്നു. അത് ചെയ്തു. നമുക്കിവിടെ അങ്ങനെ നമ്മളിവിടെ ആരോ ഡബ് ചെയ്തേക്കുന്ന ആരോ ഒരാൾ, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഈ എന്താ യൂഷ്വൽ എക്സ്പോസിഷൻ ലൈനിലൊരു കഥ മൊത്തത്തിൽ അങ്ങ് പറഞ്ഞു തരാണ് നമുക്ക്. അപ്പോൾ ആദ്യത്തെ 10 മിനിറ്റ് നമുക്ക് കഥ മനസ്സിലായി. പിന്നെ നമ്മൾ ആ കഥയുടെ ഫോളോ ചെയ്ത് പോകണം. അപ്പോൾ എനിക്ക് ഈ പടത്തിൻ്റെ ഇനിഷ്യൽ ട്രെയിലറും പരിപാടിയൊക്കെ കണ്ടു. അതിനൊരു പാട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു സിനിമയിൽ ഈ പാട്ട്, ഡാൻസ് പരിപാടിയൊക്കെ വെച്ച് ഇവർ സ്ഥിരം തെലുങ്ക് പടമായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ കാണാൻ പോയത്. പക്ഷേ സിനിമയിൽ അനാവശ്യമായ പാട്ടും ബഹളങ്ങളും ഒന്നുമില്ല. അതായത് സ്ഥിരം തെലുങ്ക് പടത്തിൻ്റെ ആ ലൈൻ പരിപാടികളൊന്നുമില്ല. പിന്നെ അനാവശ്യമായിട്ട് തോന്നിയത് പടത്തിൻ്റെ കോമഡി ട്രാക്കാണ്. അത് നമുക്കതിൻ്റെ ഉദ്ദേശം മനസ്സിലാവും. ഇവർ ഉദ്ദേശിച്ചത് ഒരു നല്ല ഫണ്ണാവുന്ന പരിപാടി ആയിരിക്കും എന്ന് വിചാരിച്ചാണ് വെച്ചിരുന്നത്. പക്ഷെ അത് ഫണ്ണായില്ല. നമുക്കത് കല്ലിടിയായിരുന്നു. ബട്ട് ഇങ്ങനെ ഓവറോൾ ഇങ്ങനെ കണ്ടിരുന്ന് പോകാം. പിന്നെ അതിൻ്റെ വിഷ്വൽ എഫക്ട്സ് ആയാലും ഇവർ കുറച്ചധികം ടെക്നിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിഷ്വൽ എഫക്ട്സ് അല്ലേ, അങ്ങനെ ആനിമെട്രോണിക്സ് ആണെന്ന് തോന്നുന്നു. ആനിമെട്രോണിക്സ് ആണോ മോഡലിംഗ് ആണെന്ന് തോന്നുന്നു. അത് മറ്റേ ആ ഗരുഡൻ്റെ സീൻ ഉണ്ടല്ലോ, അത് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഷോട്ട് ഭയങ്കര വേരിയേഷൻ ഉണ്ട്. യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ ഇതിൻ്റെ കാല് വെക്കുന്ന ഷോട്ടാണ്. അത് എപ്പോഴും ഇവർ ചെയ്യുന്നത് അത് മോഡലാണ് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒന്ന് അടിക്കുമ്പം നമ്മൾ ഈ മോഡൽ ഉണ്ടാകും, അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തില്ല, ഇങ്ങനെ ഒന്ന് അടിച്ച് ആ ഒരു ഫീല് ആ ഷോട്ട് ആണോ? അല്ല, ആ സാധനം ഒറിജിനലായിട്ട് ചെയ്തേക്കുന്നതാണ്. അതിൻ്റെ പിന്നെ ബീറ്റേഴ്സിലേക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ചിലപ്പോൾ അതിൻ്റെ പുറത്ത് പോളിഷ് ചെയ്തതാണ് ഉണ്ടാവും, അറിയത്തില്ല. പക്ഷേ എനിക്കത് ആ ഷോട്ട് കാലിൻ്റെ ഒരു പോർഷൻ കാണും, ബാക്കി അതിൻ്റെ പുറത്ത് മറ്റേ ഫെദറൊക്കെ CG ആണോ? അല്ല, എനിക്ക് ആ ഷോട്ട് തന്നെ റിപ്പീറ്റ് ചെയ്തത്. അത്രയും പീസ് ഉണ്ടാക്കിയാൽ മതിയല്ലോ ഇവർക്ക്. അത് തന്നെ ഇവർ പലയിടത്ത് ആ സെയിം ഷോട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഗരുഡൻ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു സീനിൽ ആ ഷോട്ട് ഇവർ ഒരുപാട് സ്ഥലത്ത് സെയിം ആംഗിൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ക്ലൈമാക്സിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അത് വന്ന് നിൽക്കും, അതിങ്ങനെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നതും ഇത് വന്ന് നിൽക്കുന്ന സ്ഥലം പൊട്ടുന്നതൊക്കെ കണ്ടപ്പം കുറേ സ്ഥലത്ത് അത് ഭയങ്കര നല്ല രീതിയിൽ അത് മോഡലാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമുക്ക് കാണുമ്പോൾ പറയാം ഇതിന് ജീവനില്ലാത്തൊരു മോഡലാണ്. അതിനൊന്ന് ഒരു എന്താ റബ്ബർ മെറ്റീരിയലോ എല്ലാം ആയിരിക്കണം. ഇങ്ങനെ ഒന്ന് നിലത്ത് അടിക്കുമ്പോഴേക്കും വിരലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ആടും. അപ്പോൾ അത് CG കുറച്ചുകൂടെ ഇങ്ങനെ ക്രിസ്പ് ആയിരിക്കുമല്ലോ ഈ സാധനം. ഇതിങ്ങനെ നമുക്കറിയാം ഇതൊരു മോഡൽ വൈബാണ് എന്നെനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ബീറ്റേഴ്സിലൊക്കെ കാണിക്കുന്നുണ്ട് ഇവർ ഈ സാധനത്തിൻ്റെയൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ സ്ഥലങ്ങൾ നമുക്കിങ്ങനെ സ്ഥിരം യൂഷ്വൽ പരിപാടിയൊക്കെ കാണാം. ഭയങ്കര പ്രെഡിക്റ്റബിൾ പരിപാടിയാണ്, കണ്ടുകൊണ്ടിരിക്കാം. ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് പടത്തിൽ. അതുകൊണ്ട് നമുക്കിങ്ങനെ ഇരുന്ന് പോകാം. പിന്നെ ഈ 2 മണിക്കൂർ 50 മിനിറ്റിനടുത്തുണ്ട്. അത് കുറച്ച് കൂടുതലാണ്. ബട്ട് എനിക്ക് പേഴ്സണലി ഇങ്ങനെ വലിഞ്ഞ് പോകണ ഫീലൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ലെങ്തി ആയിരുന്നു ഭയങ്കര. ചേട്ടൻ്റെ പോയിന്റ്സ് പറയും. പോയിന്റ്സ് എന്താണ്? ഒറ്റ പോയിന്റാണ്. എനിക്ക് വർക്കായില്ല. അത് ഞാനിങ്ങനെ ചില സീനെ കണ്ടിട്ട് എനിക്കിതിങ്ങനെ ഭയങ്കര എക്സ്പെരിമെൻറ്റ് ഞാനിങ്ങനെ ഇത് കൊള്ളാമല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മിണ്ടണ്ട, നമ്മളെ കളിയാക്കും. അല്ലല്ല, ഇത് ഇങ്ങനെയുള്ള മറ്റേ ഡബ്ഡ് പടങ്ങൾ എപ്പോഴും കാണാൻ പോകുമ്പം ഓൾറെഡി ഒരു
പ്രീ കൺസീവ്ഡ് ബയസ് ഉണ്ട് എനിക്കിതിൻ്റെ അതായത് ഒറിജിനലി ഫിൽം മേക്കേഴ്സ് ഉദ്ദേശിച്ച കാര്യങ്ങളല്ല നമ്മളിലേക്ക് എത്താൻ പോകുന്നു. കാരണം ഇതിൻ്റെ പിന്നീട് ഒരാളിരുന്ന് ഇത് എഴുതി ഇതിൻ്റെ റീസ്ക്രിപ്റ്റ് ചെയ്യണമല്ലോ മലയാളത്തിലേക്ക്. അപ്പോൾ ആ സംഭവം നമുക്ക് കിട്ടത്തുള്ളൂ. അത് മാത്രമല്ല ഇപ്പം അതിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ചായിരിക്കും അതിൻ്റെ ക്വാളിറ്റി. ഇപ്പം നമുക്ക് നല്ല ഡബ്ബുകൾ വന്ന സിനിമകളുണ്ട്, പക്ഷേ ഇത് എത്രയുണ്ടെന്ന് അറിയത്തില്ല. ബട്ട് കണ്ടിടത്തോളം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരുപാട് ബഡ്ജറ്റ് എടുത്താണ് ഇത് ഡബ് ചെയ്തേക്കുന്നതെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സിനിമകൾ ഞാൻ പൊതുവേ അവോയ്ഡ് ചെയ്യും. പറ്റിയാൽ പിന്നെ എപ്പോഴേലും ഭയങ്കര ഇൻട്രസ്റ്റ് അല്ല ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മിറായിൻ്റെ റഡാറിലുണ്ടായിരുന്നൊരു പടമല്ല, വളരെ കുറച്ച് പടമേ റഡാറിനകത്തുള്ളൂ. ഈവൻ ഈ മിന്നൽ മുരളി പോലും വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ 2021 ഇറങ്ങിയതാണ്, 2021 ആ സമയത്ത് ഇറങ്ങിയ മിന്നൽ മുരളി തന്നെ ഈ അടുത്തൊക്കെയാണ് കണ്ടു തീർക്കുന്നത്. പുള്ളി അത് ഒരുപാട് സമയം എടുത്താൽ മിന്നൽ മുരളി കണ്ടു തീർത്തത്. 2.5 മണിക്കൂർ പടം ഇങ്ങനെ ഷോട്ട് കണ്ടു തീർത്തത്. അല്ലല്ല, ഞാൻ തുടങ്ങി പിന്നെ കാണാൻ പറ്റിയില്ല. പിന്നെ കഴിഞ്ഞ വർഷം എന്താ കണ്ടു തീർത്തത്. അപ്പം ഈ അത്രയും കുറച്ച് പടങ്ങളുള്ളൂ. അത് ഈ പടത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ പ്രശ്നമല്ല, എനിക്ക് ഡബ്ബ് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് അവരുടെ ഒറിജിനൽ സൗണ്ട് അല്ല, അവരുടെ ഒറിജിനൽ ഇമോഷൻ അല്ല. പിന്നെ ഈ പറയുന്നില്ല കോമഡി ട്രാക്ക് വർക്കായില്ലെന്ന് പറയുന്നത് ഇപ്പോൾ തെലുങ്ക് റിവ്യൂസിൽ കോമഡി ട്രാക്ക് വർക്കാണ്. അപ്പം നമുക്ക് ഇപ്പം ഈ ലോഗൊക്കെ എടുക്കുവാണെങ്കിൽ ഈ നസ്ലിൻ്റെ ട്രാക്ക് ഹിന്ദി ട്രെയിലർ കാണുമ്പോൾ നസ്ലിൻ്റെ ശബ്ദമേ വേറെ, ഭയങ്കര ഗാംഭീര്യമുള്ളൊരു ശബ്ദം. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാമോ ഈ ഗാംഭീര്യത്തിലുള്ള ശബ്ദത്തിൽ നിന്ന് നസ്ലിൻ അടിക്കുന്ന ടൈപ്പ് കോമഡി വന്നാൽ വർക്കാവത്തില്ല. അല്ല, അവർക്ക് അതിന് എന്തോ ഒരു പ്ലാസ്റ്റിക് ഫീൽ ആയിരിക്കും അവർക്ക്. അതെ. അപ്പം അങ്ങനെ കണ്ടാലും വർക്കാവുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. അതായത് നമുക്ക് അതിൻ്റെ കണ്ടന്റ് റീച്ച് ആയാൽ മതി. പക്ഷേ എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ പണ്ട് തൊട്ടേ ഞാൻ ഈ ഡബ്ഡ് ഫിലിംസ് കാണാറില്ല. നമ്മൾ പഴയ ആര്യ ഹാപ്പിയെ കണ്ട് ശീലിച്ചത്. നമുക്ക് ഇതൊക്കെ എന്ത് അല്ലു അർജുൻ എന്ന് പറഞ്ഞാൽ ജിസ്റ്റോയുടെ സൗണ്ടാണ്. അല്ലു അർജുൻ്റെ ഒറിജിനൽ സൗണ്ട് നമുക്ക് ഇഷ്ടമല്ല, നമുക്ക് ജിസ്റ്റോയുടെ സൗണ്ട് കേൾക്കണം. അത് പറയുന്നില്ല. അല്ലു അർജുൻ്റെ മറ്റേ സൗണ്ടാണ് പുള്ളിക്ക് ഇഷ്ടം, ഒറിജിനൽ സൗണ്ട്. അതെ, അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഏതായിരുന്നു പുഷ്പ ടു ഞാൻ ആക്ച്വലി ഇനിഷ്യലി ഇറങ്ങിയപ്പോൾ കണ്ടത് തമിഴ് വെർഷൻ. ഞാനത് ഇത് ഏത് ലൈൻ ഓഫ് പടമാണെന്ന് അറിഞ്ഞ് കയറിയിട്ട് തമിഴ് വെർഷൻ കണ്ടപ്പോഴത്തേക്കും കുറേ കൂടെ വോയിസ് കുറേ കൂടെ ഫിറ്റ് ആവുന്നുണ്ടായിരുന്നു. അത് കൾച്ചറലി സിമിലർ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പറയുന്നത് ജിസ്റ്റോയുടെ സൗണ്ട് ഫിറ്റ് അല്ലതാണോ? അല്ല, അങ്ങനെ ജിസ്ജോ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന സാധനവും ഈ പുഷ്പയും തമ്മിൽ ലിങ്ക് ആക്കാൻ കുറച്ച് പാടാം. എന്തുണ്ട് മനുഷ്യൻ മോനെ, ഞാൻ ചന്ദനം കടത്തിക്കോട്ടെ എന്നുള്ള ലൈനാണ് ചന്ദനൊക്കെ കടന്നത് പ്രതീകമല്ലേ. അതെ, ചന്ദനല്ലേ മോനെ, ഞാൻ കുറച്ച് എടുത്തോട്ടെ എന്നുള്ള ലൈനിലാണ് ജിസ്റ്റോയി പറയേണ്ടത്. പക്ഷെ അപ്പോൾ ഇത് തമിഴിൽ കേട്ടപ്പോൾ അന്ന് കുറച്ച് ഫിക്സ് ആയതുപോലെ. അതുപോലെ തന്നെ എനിക്ക് RRR ഫസ്റ്റ് ഞാൻ കാണുന്നത് മലയാളത്തിലാണ്. അപ്പോൾ എനിക്ക് ആ പടം ഒട്ടും വർക്കായില്ല. പിന്നീട് ഞാൻ സെക്കൻഡ് ടൈം എനിക്ക് എന്തോ ഒരു കാര്യത്തിന് ടിക്കറ്റ് കിട്ടി തമിഴ് കണ്ടപ്പോൾ കുറച്ചുകൂടെ ഇത് ഞാൻ മലയാളത്തിൽ കണ്ടതിലും ബെറ്റർ പടമാണെന്ന് തന്നെ തോന്നി ഈ ഡബ്ബ് മാറിയപ്പോൾ തന്നെ. പിന്നെ ഞാൻ തെലുങ്ക് കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ അത് ഓക്കെ, ഇത് അവരുദ്ദേശിച്ചത് എന്താണെന്ന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് ആ ഒരു ലൈൻ ഇപ്പോൾ ഈ ഡബ്ഡ് പടങ്ങൾ ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പടത്തിനും ഡബ്ബിങ് ഭയങ്കര ഫാക്ടറാണ്. ഈ ഇവരുടെ കോമഡിയുടെ മീറ്റർ ഡബിൽ ഭയങ്കര അതൊരു ഡബില് ഇതൊരു കോമഡിയാക്കി മാറ്റാനുള്ള ശ്രമവും നടത്തുന്നില്ല. അത് ഡയലോഗ് ഇവർ എഴുതി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ട് ഇവരത് പറഞ്ഞു വെക്കുന്നു. അങ്ങനെ തർജ്ജമ പോലും അല്ലാത്ത, അതായത് ലാസ്റ്റ് ഒരു അപകടം നടന്നതിന് സാറൊരു കാര്യം ചെയ്യും, വീട്ടിലെ പെണ്ണുപിള്ളയെ വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് ആക്ച്വലി അത് ആ കോണ്ടക്സ്റ്റ് ചിലപ്പോൾ അവിടുത്തെ അതിനെ അവരിങ്ങനെ മലയാളത്തിലേക്ക് ഇങ്ങനെ ആ ഒറിജിനൽ ഡയലോഗിനെ മലയാളത്തിലേക്ക് മാറ്റുക, മാറ്റുകയും ചെയ്യണം. ഈ മറ്റേ ഇവരുടെ ലിപ് മീറ്ററിനകത്തും നിൽക്കണം എന്നൊക്കെ വരുമ്പോൾ കുറേ കൺസ്ട്രെയിൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് തന്നെ ഭയങ്കര കൺസ്ട്രെയിൻഡ് ആണ് ഈ ഡബ്ബിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ അത് എപ്പോഴും ഞാൻ അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ പടങ്ങൾ വർക്കാവാൻ ചാൻസ് കുറവല്ല. അത് പടത്തിൻ്റെ മാത്രം കുഴപ്പമില്ല, എൻ്റെ കുഴപ്പമാണ്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾ കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ കണ്ട തിയേറ്ററിൽ ഓഡിയോ ട്രാക്സ് എന്തോ കട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ചില മൊമെൻറ്റ്സ് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു മ്യൂസിക് ഉണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ അത് കേൾക്കുന്നില്ലായിരുന്നു. ഒരു ട്രാക്ക് മിസ്സിങ് പോലെ ഫീൽ ചെയ്തു. അതായത് ഇപ്പോൾ 10 സ്പീക്കർ ഉണ്ടെങ്കിൽ അതിനകത്ത് 6 ഇട്ടിട്ടുള്ളൂ എന്നൊരു സംശയം തോന്നുന്നുണ്ടായിരുന്നു. അതും ഒരു റീസൺ ആകും. പല മൊമെൻറ്റ്സിലും ഇതെന്തോ ഒരു മിസ്മാച്ച് ഉണ്ടല്ലോ ഇവിടെ എന്ന് തോന്നിയായിരുന്നു. അത് യൂഷ്വലി ഇപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് പടങ്ങളിൽ മ്യൂസിക് ചെയ്യുന്ന ഇപ്പോൾ ഗൗര ഹരി എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ വർക്ക് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ പ്രീവിയസ് വർക്ക്സ് ഏതാണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. പക്ഷേ പുള്ളി ഫസ്റ്റ് ടൈം ഞാൻ കേൾക്കുന്നത് ഇങ്ങനെ പടത്തിൻ്റെ പരിപാടി വന്നു കഴിഞ്ഞപ്പോഴാണ്.
അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ടൈപ്പ് ഓഫ് പടത്തിന് നമ്മൾ സ്ഥിരം വരുന്ന മ്യൂസിക്കിനേക്കാൾ കുറച്ച് ഇലക്ട്രോണിക് ലൈനാണ് ഈ പടത്തിൽ ത്രൂ ആയിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനൊരു യൂഷ്വലി നമ്മളിങ്ങനത്തെ പടത്തിൽ കാണുന്ന ടൈപ്പ് ഓഫ് മ്യൂസിക് അല്ല ഇതിൽ വരുന്നത്, കുറച്ചുകൂടെ വെറൈറ്റിയാണ്. പക്ഷെ അത് വെറൈറ്റി ആണെങ്കിലും നമുക്കത് കാണുമ്പോൾ ചില സ്ഥലത്തൊക്കെ ഭയങ്കര ഇത് ചേരുന്നില്ലല്ലോ എന്നൊക്കെ ഫീൽ ഉണ്ടാവുന്ന തോന്നുന്നത്. കുറച്ച് ട്രാക്സ് മിസ്സിംഗ് ആണ് നമ്മൾ കണ്ട തിയേറ്ററിൽ. കാരണം ഈ ടീസർ ട്രെയിലർ നമ്മൾ ടി വി കണ്ടപ്പോൾ അത്ര ഇത് തോന്നിയില്ല. കാരണം കുറച്ച് പവറായിട്ട് ഈ മ്യൂസിക് വന്നാൽ മെയിൻ തീം നല്ല രസമാണ്. തിയേറ്ററിൽ കേട്ടപ്പോൾ അത്ര മെയിൻ സംഭവം ഇതാണ്, നമുക്ക് ഇമ്പാക്റ്റ് കിട്ടണമെങ്കിൽ വലിയൊരു ഫാക്ടറാണ് മ്യൂസിക്. ലോകെ പോലും ഞാൻ ഫസ്റ്റ് കണ്ട തിയേറ്ററിൽ ഈ വോളിയം ഭയങ്കര കുറച്ചിട്ടേക്കും. അപ്പോൾ ഈ മൊമെൻറ്റ്സ് ഒക്കെ വരുമ്പോഴും സൗണ്ട് വൈസ് അത് മൊത്തത്തിൽ നമ്മുടെ അടുത്ത് എത്തുന്നില്ല. അപ്പോൾ സെക്കൻഡ് ടൈം കണ്ടപ്പോഴാണ് അതിൻ്റെ ഫുൾ ഇമ്പാക്റ്റിൽ നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ അത് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാക്കും പടത്തിൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തൽക്കാലം പടം വർക്കായിട്ടില്ല. സെക്കൻഡ് ടൈം കാണാനും മാത്രം എലമെൻറ്റ്സ് സ്ക്രീനിൽ ഞാൻ കണ്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ തവണ കണ്ടു മറക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് ജനറലി അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ തെലുങ്ക് മസാല പടങ്ങളുടെ ഒരുപാട് എലമെൻറ്റ്സ് ഇവർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നാലും എന്നാലും ക്ലീശ സാധനങ്ങൾ ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ അതിനെ ഒരുപാട് വലിച്ചു പുഷ് ചെയ്ത് അങ്ങനെ വെറുപ്പിക്കുന്ന ലൈനേക്ക് അധികം പോകുന്നില്ല. ഇതിങ്ങനെ അത് ഭയങ്കര പെട്ടെന്ന് അവർ അവിടുന്ന് ചാടി അങ്ങ് പോകും. അപ്പോൾ നമുക്കറിയാം ഈ സീൻ കുറച്ചുകൂടെ പോയാൽ വെറുപ്പിക്കലാവും. പക്ഷേ ഇവരെ ഉടനെ തന്നെ അവിടുന്ന് സ്വിച്ച് ചെയ്തെടുത്ത് മൂവിയിലേക്കൊക്കെ പോകണം. സിമിലർ ടെക്നിക്ക് മറ്റേ നമ്മുടെ പ്രഭാസിൻ്റെ മറ്റേ ഹിറ്റ് പടം ഉണ്ടല്ലോ 1000 കോടി അടിച്ച സലാറോ അല്ലല്ല മറ്റേ അത് കഴിഞ്ഞിറങ്ങിയ നമ്മുടെ കൃഷ്ണനൊക്കെ വരുന്നത് കൽക്കിക്കകത്തും ഉള്ള പ്രഭാസിൻ്റെ ഇൻട്രോ ഇല്ലേ, ഒരു കോമഡി ഫൈറ്റ്, ആ പാറ്റേൺ ആണ് ഫീൽ ചെയ്തത്. അതിനകത്ത് ആക്ഷൻ പരിപാടിയാണ്, പക്ഷേ നായകൻ ഭയങ്കര ഫൺ നായകനാണ്. ബട്ട് ആ ഫൺ എലമെൻറ്റ് തെലുങ്ക് ടോണാണ്. ആ ടോൺ തെലുങ്ക് ടോണാണ്. അത് ഡബ് ചെയ്ത് മലയാളത്തിലാക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു ഭയങ്കര ചേർച്ചക്കുറവാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്കതിങ്ങനെ കാണുമ്പോൾ ചിരി വരുന്നില്ലല്ലോടാ എന്നുള്ള ഫീൽ വരും. ബട്ട് എനിക്ക് തോന്നുന്നത് അത് ഒറിജിനൽ ഭാഷയിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഇവിടെയും ഇൻട്രൊഡക്ഷനിൽ നായകൻ ഒരു ഹ്യൂമർ സ്റ്റൈലിൻ്റെ ആക്ഷൻ പരിപാടിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഇവർ ഡയലോഗ് പറയുമ്പോൾ നമ്മൾ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. എനിക്ക് പേഴ്സണലി ഇതിങ്ങനെ ഇവർ ഒരു സ്റ്റാർട്ട് ടു എന്നെ വിഷ്വലി ഇവരിങ്ങനെ ഒരു വൃത്തി ആയിട്ട് ഇവരിതിനെ ഇങ്ങനെ ക്യാമറ ചെയ്തിരിക്കുന്നത് ഡയറക്ടർ ഉണ്ടായതുകൊണ്ടാണ് തോന്നുന്നു. ഇങ്ങനെ സ്റ്റാർട്ട് ടു ഫിനിഷ് ഇങ്ങനെ ഒരു വൃത്തിയുണ്ട് ഇങ്ങനെ എല്ലായിടത്തും കാണാൻ. പിന്നെ എനിക്ക് എപ്പോഴും ഉള്ള ഈ അത്യാവശ്യം ഈ 60 കോടി പ്രൊഡക്ഷൻ സ്ക്രീനിൽ കാണാൻ പറ്റും. പിന്നെ എനിക്ക് ഈ പടത്തിൽ ഒരുപാട് AI ജനറേറ്റഡ് വീഡിയോസ് അല്ലേ, അത് ഒരുപാട് ഉണ്ട്. അവർ ഒരുപാട് ഇന്റർവ്യൂവിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്, ഇത് AI നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ്ലി സ്റ്റുഡിയോ ജനറേറ്റഡ്. പക്ഷെ എനിക്കൊന്ന് സ്റ്റുഡിയോ ആയിരിക്കും ജനറേറ്റ് അതല്ല, അത് ഡയറക്ടർ പറഞ്ഞു നടത്തില്ല. അത് ഒരുപാട് നമുക്ക് AI ജനറേറ്റഡ് വീഡിയോസ് പ്രത്യേകം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിൻ്റെ നല്ല യൂസേജ്, അതായത് ഞാൻ ഒരുപാട് പടത്തിൽ ഈ അടുത്തൊക്കെ ഒരുപാട് പടത്തിൽ AI ജനറേറ്റഡ് ഇമേജസും വീഡിയോസും കാണുമ്പോൾ അതിൻ്റെ കുറച്ച് അത്ര ഭംഗിയില്ലാത്ത ലൈൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതും ഈ ഒറിജിനൽ പടത്തിൻ്റെ ഷൂട്ടുമായിട്ടില്ലേ ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്യും. ഇതൊരു നമുക്കിങ്ങനെ മനസ്സിലാകുന്നതിന് മുമ്പ് കട്ട് ചെയ്ത് പറ്റും. അത് ഒരുപാട് നേരം നമുക്ക് കട്ടായി പോകും. പക്ഷെ അതിന്റെ നല്ല യൂസ് അത് ഒരുപാട് സ്ഥലത്ത് നല്ല രീതിയിൽ യൂസ് ചെയ്യും. എനിക്കൊന്ന് സിമിലർ ഒരു പരിപാടി ലോകയ്ക്കകത്തും കണ്ടായിരുന്നു. അതായത് ഇപ്പം നമുക്കൊരു സെറ്റ് എക്സ്റ്റൻഷനൊക്കെ നമുക്കിങ്ങനെ മനസ്സിലാകുന്നതിന് മുമ്പ് എലമെന്റ്സ് നമുക്ക് ഒരു സസ്റ്റെയിൻ ചെയ്താണ്. ഇത് VFX അല്ലേടാന്ന് പറയുന്നത്. അതെ, കുറച്ച് നേരം നമ്മളൊരു ഫ്രെയിം നമ്മളെ മുമ്പിലേക്ക് ഇങ്ങനെ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് മനസ്സിലാവും ഉണ്ടല്ലോ എന്ന് ഫീൽ ചെയ്യും. ബട്ട് അതിന് മുമ്പ് ഒരു കട്ട് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് വൃത്തിക്ക്. പിന്നെ ഇങ്ങനെ മിക്സഡ് ആണ് ഈ VFX എലമെന്റ്സ് എല്ലാം ഇങ്ങനെ മൾട്ടിപ്പിൾ. അതായത് ഈ പറഞ്ഞ പോലെ VFX എലമെന്റിന്റെ ഇടയ്ക്കും ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലത്ത് ഈ AI യൂസേജ് പടത്തിൽ ത്രൂ ഔട്ടുണ്ട് അല്ലേ, ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ യൂസ് ചെയ്തതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട് ഈ അടുത്തിടയ്ക്ക് കണ്ട പടങ്ങളിൽ. അതെ, ഇപ്പം AI ഇനി നമ്മൾ ഇപ്പം മലയാള സിനിമ 10-20 പടങ്ങളോളം ഹെവിലി AI യൂസ് ചെയ്ത് വരാൻ പോകുന്നു എന്നൊക്കെ കേട്ടായിരുന്നു. അപ്പം അതിന് പൊതുവേ ഒരു രണ്ടഭിപ്രായമുണ്ട്. വേണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച നടത്താൻ പറ്റിയ സാധനമാണ്. പക്ഷേ ഒരുപാട് പേർക്ക് അത് നെഗറ്റീവ് ഫീലാണ്. AI യൂസ് കൂടുന്തോറും നമുക്കിങ്ങനെ ഓൺ സെറ്റ് ആളുകളുടെ എണ്ണം കുറയുമല്ലോ, അപ്പോൾ ജോലി പോകും എന്നുള്ള ലൈനാണ് മെയിൻ സംഭവം. സിനിമാറ്റോഗ്രാഫറുടെ ആയാലും ഇപ്പോൾ ഡയറക്ടറുടെ ആയാലും തിരിച്ച് റൈറ്ററുടെ കയ്യിൽ എല്ലാ സാധനവും എത്തും. അതിപ്പോൾ എനിക്ക് നല്ലൊരു കഥ എഴുതാമെങ്കിൽ എനിക്കത് ജനറേറ്റ് ചെയ്ത് ആരും ആവശ്യമില്ല. അപ്പോൾ ഈ സിനിമയിൽ ആക്ച്വലി അത് AI യൂസേജ് അത്യാവശ്യം ഭംഗിയായിട്ട് കുറച്ച് കൂടുതൽ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് അവർ. അത് എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ അത് പടത്തിൽ ഇതിങ്ങനെ നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് അതിന് ക്വാളിറ്റി ഉണ്ട്, അത് ഒരുപാട് സ്ഥലത്ത്. പിന്നെ അതിൽ എനിക്കതിൻ്റെ ഭയങ്കര കുറച്ച് കൂടുതൽ AI
എന്താ ഭയങ്കര AI ഫീല് ഭയങ്കരമായിട്ട് കിട്ടുന്നത് അവസാനം മറ്റേ ശ്രീരാമൻ്റെ ഒക്കെ സീക്വൻസ് വരുന്ന സീനുണ്ടല്ലോ, പാമ്പ് വരുന്ന ഒരു ഷോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കാരണം അത് നമ്മൾ ഓൾറെഡി നമ്മൾ കുറേ ജനറേറ്റഡ് വീഡിയോസ് കാണുമ്പോൾ അതിൽ ഭയങ്കര പോളിഷ്ഡ് ലുക്ക് ആയിരിക്കും, അങ്ങനത്തെ ഒരു ഫീൽ അത് വരുന്ന കുറേ ഷോട്ടുണ്ട്. പക്ഷേ കുറേ ഷോട്ടുകൾ കുറച്ച് ബെറ്റർ ആയിട്ട് നമുക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിന് പൊതുവേ ഒരു കളർഫുൾ ലുക്കുള്ളതുകൊണ്ട് അതുമായിട്ട് ഈ AI വീഡിയോസിന് എപ്പോഴും ഭയങ്കര കോൺട്രാസ്റ്റ് ഈ കളർഫുൾ ലുക്കാണ്. പിന്നെ സിനിമയുടെ മെയിൻ പോസിറ്റീവ് ആണെങ്കിൽ ആക്ഷൻ സീക്വൻസ് ഇവർ എന്താ ആക്ഷൻ ചെയ്തിരിക്കുന്ന കെച്ച എന്ന് പറഞ്ഞാൽ കെച്ച മാസ്റ്ററാണ്, കെച്ച കമ്പാക്കടെ പുള്ളിയുടെ ഫൈറ്റ് സീക്വൻസ് ആണ്. അപ്പോൾ അതിൽ ഈ പടത്തിൽ ഇങ്ങനെ ഒരുപാട് ആക്ഷൻ സീനൊന്നും ഇല്ല, എന്നാലും ഉള്ള ആക്ഷൻ സീക്വൻസ് അത്യാവശ്യം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഒരുപാട് വരെ തെലുങ്ക് പടത്തിലുണ്ടാകുന്ന ഒരു കുറച്ച് ഇതുണ്ടല്ലോ, അതിനേക്കാൾ കുറച്ചുകൂടെ ഗ്രൗണ്ടഡ് ആയിട്ട് നിന്നുകൊണ്ട് എന്നാൽ ഈ സൂപ്പർ പവേഴ്സിൻ്റെ എലമെൻറ്റ് വരുമ്പോൾ അതിനകത്ത് ആ എന്താ അതിൻ്റെ സ്കെയിൽ വരുന്ന പോലത്തെ സാധനങ്ങളൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ടെന്ന്. അതും എനിക്കിങ്ങനെ കണ്ടപ്പം ഇത് കൊള്ളാമല്ലോ. യൂഷ്വലി ഇങ്ങനത്തെ ഒരു പടത്തിൽ എന്നാ സൂപ്പർ പവർ ഇല്ല തന്നെ തെലുങ്ക് പടത്തിൽ നായകന്മാരെല്ലാം ഏറെ നടിക്കുന്നത്. അപ്പോൾ ഇതിൽ ആക്ച്വലി ഇവൻ കുറച്ചധികം അടികൊള്ളും. മിറായി എന്ന് പറഞ്ഞ വടി, ആ വടിക്കൊരു കഥയുണ്ട്. ഈ അത് പറയാം. എന്നാലും ഇപ്പോൾ ഈ ഇതിനകത്തെ കുറച്ച് ഐഡിയാസ് ഉണ്ടല്ലോ, ഈ മിറായി എന്ന എലമെന്റ് എനിക്കൊന്ന് ഫുള്ളി എക്സ്പ്ലോർഡ് അല്ലല്ല. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഈ അശോക അത് ഈ ഒരുപാട് എലമെന്റ്സ് ഇവരിങ്ങനെ, ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ പൊതുവെ ഈ പാൻ ഇന്ത്യ അല്ലെങ്കിൽ ഈ കുറച്ച് ബഡ്ജറ്റ് കൂടുമ്പോഴത്തേക്കും ഇത് ഒരുപാട് പേരിൽ എത്തണമെന്നുള്ള വിഷയം വരുമ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സംഭവം മുഴുവൻ നമ്മൾ കഥയിൽ ഓൺ സ്ക്രീൻ പ്രസൻറ്റ് ചെയ്യുന്നതിന് പകരം ഇതങ്ങ് ഒരു നറേറ്ററെ വെച്ച് അങ്ങ് നറേറ്റ് ചെയ്യാം. ഈ നറേറ്റിംഗ് ടെക്നിക്ക് മോശമാണെന്നല്ല, അത് യൂസ് ചെയ്യുന്ന കുറേ പടങ്ങളുണ്ട്. ഇതിനു മുമ്പ് പറഞ്ഞപ്പോഴത്തേക്ക് അത് എന്തോ കുറേ പേര് പറഞ്ഞാൽ നറേഷൻ അല്ല എൻ്റെ ഇഷ്യൂ, അതൊരു ടൂളാണ്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ സ്ക്രൂ ഡ്രൈവർ വെച്ച് സ്ക്രൂ മുറുക്കാന്ന് പറയുന്ന പോലെ ഒരു ടൂളാണ്. പക്ഷെ അത് യൂസ് ചെയ്യുന്ന പോയിൻ്റാണ് പ്രശ്നം. ഈ പടത്തിൽ കുറച്ചധികം എക്സ്പോസിഷൻ, അതായത് കുറച്ചധികം കാര്യങ്ങളിങ്ങനെ ആളുകളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് ഓരോരുത്തർ സ്ക്രീനിൽ ആര് വന്നാലും അവർക്കൊരു കഥ പറയാനുണ്ട്, പിന്നെ ഇഷ്ടംപോലെ ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ആളുകളോട് പറയൂ ഇത് മൊത്തം. അതിന് പകരം ഒരു ഗംഭീര എപ്പിക് സീൻ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ആ ഇമ്പാക്റ്റ് കിട്ടും. പക്ഷേ ഇത് ഇങ്ങനെ നമുക്കൊരു സീൻ ഇങ്ങനെ കാണിച്ചിട്ട് അതിൻ്റെ നല്ലൊരു പോർഷൻ വരുമ്പോൾ കട്ട് ചെയ്തിട്ട് ഒരാൾ മറ്റേ ആളോട് ഈ കഥ പറയുന്നു, പിന്നെയും തിരിച്ച് അതിലേക്ക് പോകുന്നു, പിന്നെ കഥ പറയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ സീനിൻ്റെ ഇമ്പാക്റ്റ് എന്തോ കിട്ടാത്ത പോലെ അത് ത്രൂ ഔട്ട് പടത്തിന് ഈ ഒരു ഇങ്ങനെ തോന്നി. അതായത് ഇങ്ങനെ ആളുകൾ പറയുമോ ഒരുപാട് കാര്യം പറയാനുണ്ട്. 60 കോടിയിൽ തീരുമില്ല പടം. അപ്പോൾ അത് എളുപ്പ പരിപാടി എന്ന് പറഞ്ഞാൽ ജഗവതി ബാബുവിനെ വിളിക്കുന്നു, പുള്ളി കഥ പറയുന്നു, നമ്മുടെ ജയറാമേട്ടൻ വരുന്നു, ജയറാമേട്ടൻ കഥ പറയുന്നു, ശ്രേയശാൻ വരുന്നു, ശ്രേയശാൻ്റെ കഥ പറയുന്നു. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോ ഈ വോയിസ് ഒക്കെ തെലുങ്കിൽ കുറെ കൂടെ വേറൊരു ഇമ്പാക്റ്റ് ആയിരിക്കാം. ബട്ട് നമുക്ക് കുറച്ച് ജനറിക് വോയിസുകളാണ് എല്ലാം മലയാളത്തിൽ വന്നപ്പോഴത്തേക്കും. പിന്നെ എന്താ ഞാൻ വേറെ എന്താ പറഞ്ഞിട്ട് അതുകൊണ്ടുകൂടി ഈ മിറായുടെ സ്റ്റോറി ലൈന് നമുക്ക് ഫുൾ ഫ്ലെഷ്ഡായിട്ട് എന്തുകൊണ്ട് ഈ പടം മിറായി നമുക്കിങ്ങനെ പടം കാണുമ്പോൾ മനസ്സിലാവും. മിറായി എടുക്കുമ്പോഴാണ് നമുക്ക് വില്ലനെ കൊല്ലാൻ പറ്റുന്നതെന്ന് മനസ്സിലാവും. ബട്ട് അതിൻ്റെ ഫുൾ ഇമ്പാക്റ്റ് മിറായി എന്താണെന്നുള്ളത് ലാസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞു തീർക്കുന്നുള്ളതല്ലാതെ അത് ത്രൂ ഔട്ട് അതങ്ങനെ മിറായി കൈ കിട്ടിയാൽ പൊളിക്കും ഇവൻ എന്നുള്ള ഫീൽ നമുക്ക് വരത്തില്ല. മിറായി കൈ കിട്ടിയിട്ട് ഇവൻ ഇടിയുള്ളൂ. ഇവരിപ്പം മിറായിയെ പറ്റി, മിറായി എന്ന് പറയുന്ന ആയുധം ഉപയോഗിച്ച് വേണം ഈ ശക്തിയെ നേരിടാൻ. ഈ ശക്തി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫിനിറ്റി സ്റ്റോൺ കൈക്കലാക്കാൻ വന്ന താനോസിനെ പോലെയാണ്. അതായത് അതിൻ്റെ ഒരു ഇന്ത്യൻ വേർഷൻ ഉണ്ട്. അത് ഓക്കെ, ലൈക്ക് അതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇവരതിനെ പേസ് ചെയ്തിരിക്കുന്ന മറ്റേ അശോക ചക്രവർത്തി ഉണ്ടാക്കിയിരിക്കുന്ന അല്ലേ, നമ്മൾ പണ്ട് ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്. അതായത് പുള്ളി നോളജിനെ 9 അങ്ങനെയാണ് നമ്മൾ വായിച്ച വേർഷൻ. അങ്ങനെ ഇതിനകത്തെ വേർഷൻ അല്ല, നമ്മൾ വായിച്ച വേർഷൻ പറയണം. അത് എന്തുവായിരുന്നു? അതായത് ഒരു സീക്രട്ട് സൊസൈറ്റി ഉണ്ട്, പുള്ളി ആർജിച്ച അറിവുകളോ എന്തോ, അത് 9 പേരായിട്ട് ഒരു സീക്രട്ട് സൊസൈറ്റി. അത് എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. അങ്ങനെ ഈ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ഞങ്ങൾ അതിനെപ്പറ്റി കുറച്ച് ഒരു തവണ ഇങ്ങനെ ഈ ഐഡിയ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി കുറച്ച് ലൈൻ വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാക്കാമെന്നുള്ള ലൈനിൽ അത് കുറച്ച് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് എന്തോ വന്ന സമയത്ത് ഫസ്റ്റ് ഒരു ടീസർ വന്നല്ലോ, അതിനകത്ത് ഇവർ ഈ സാധനമൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് ഇത് കണ്ടപ്പോൾ നമ്മൾ ഇതെന്താ ഇവർ ആ ഐഡിയ എടുത്തോണ്ട് പോകുന്നു. പക്ഷേ ഈ പടത്തിൽ അവർ അതിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് വേറെ രീതിയിൽ. അതായത് ആക്ച്വലി കുറച്ചുകൂടെ അതിപ്പോൾ ഈ പറയുന്ന പോലെ ഇൻഫിനിറ്റി സ്റ്റോൺസിൻ്റെ ഒരു ചെറിയൊരു 5 മിനിറ്റ് ഹിസ്റ്ററി എന്താ പ്രീകേഴ്സർ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റോറി. അതിലേക്കോ അതിൻ്റെ എന്തുകൊണ്ട് ഈ അശോകൻ്റെ പവർ തന്നെ ഈ വില്ലന് വേണമെന്ന് അങ്ങനെ ഒരുപാട് ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല. അതെ, അപ്പോൾ അവരെങ്ങനെ ആക്ച്വലി അതിനെ ബുക്കാക്കി മാറുന്നു. ഈ 9 ബുക്കുകളെ 9 ആൾക്കാരയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. ഈ വില്ലൻ ഓരോ ബുക്കുകളായി കൈക്കലേക്ക് 9ാമത്തെ ബുക്ക് എടുക്കാൻ വരുമ്പോൾ ആ ബുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ നായകൻ 24 വർഷത്തേക്ക് വെയിറ്റ് ചെയ്യാം. അതായത് 24 വർഷം കഴിഞ്ഞാൽ നമ്മുടെ നായകൻ ഇപ്പോൾ കാണുന്ന ആ രൂപത്തിലേക്ക് എത്തണമല്ലോ.
അതെ ഏത് ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഇൻഫർമേഷൻ ഒക്കെ ഇപ്പം നമ്മളിങ്ങനെ പറയുമ്പോൾ സിംഗിൾ ലൈനിൽ പറയുമ്പോൾ സിനിമയിൽ ഇതിങ്ങനെ മുറിഞ്ഞ് ക്ലങ്കി ആയിട്ടാണ് വരുന്നത്. ഒരാളൊരു പകുതി പറയും, മറ്റേ പകുതി. പക്ഷെ ഇതൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ഈ പറച്ചിലൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഇത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ഏതാ ഞാൻ കോൺസെപ്റ്റ് ഇവർക്ക് ഈ പറയുമ്പോൾ വിഷ്വലി കാണിക്കാനുള്ള ബഡ്ജറ്റിന്റെ കൺസേൺ ഒക്കെ ഉണ്ടാകുന്നു. AI ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഒരുപാട് അല്ലേ ഈ ബാക്ക്ഗ്രൗണ്ട്സും ഒക്കെ എല്ലാം ജനറേറ്റഡ് ആണ്. അതെ. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയുണ്ട് ത്രൂ ഔട്ട് പടത്തിൽ. അപ്പോൾ ഈ നല്ല കുറേ ഐഡിയാസ്, അതായത് ഇതേപോലെ കുറേ ഐഡിയാസ് നമ്മൾ കാണുമ്പം ഇവിടെ ഇത് വെച്ചിട്ട് നമുക്ക് എനിക്ക് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എപ്പോഴും അങ്ങനെ, ഞാൻ ഇങ്ങനത്തെ സിനിമകൾ കാണാൻ പോകുമ്പോൾ എപ്പോഴും എൻ്റെ ശ്രദ്ധ ഇതിനകത്ത് ഇവർ ഇൻക്ലൂഡ് ചെയ്യുന്ന ഐഡിയാസ്. പക്ഷേ ഈ ഐഡിയാസിനൊന്നും നല്ല ഏറ്റവും ബെസ്റ്റ് വേർഷൻ നമ്മൾ കാണുന്നെങ്കിലും ഇവിടെ ഇത് നല്ല ഐഡിയ ആണ്. പിന്നീട് നമുക്ക് ഈ ഐഡിയ റീയൂസ് ചെയ്യാം. ചേട്ടൻ പറഞ്ഞ പോലെ ഇത് വീണ്ടും എടുക്കാൻ പറ്റില്ലല്ലോ, ആ ഐഡിയ പോയി. ഈ ഇങ്ങനത്തെ പടങ്ങളുടെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ നല്ല ഐഡിയാസ് എടുത്ത് സ്ക്രീനിൽ അവർ വെച്ചു. ഇനി നമ്മൾ ആ ഐഡിയ എടുത്ത് ചെയ്യുമ്പോഴത്തേക്കും എടാ അതിൻ്റെ കോപ്പി ഇടയില്ല എന്ന് ചോദിക്കും. ഈ ഐഡിയ അവർ എടുത്ത് അത്ര വൃത്തിക്ക് വന്നില്ല. അതായത് ഒരു എപ്പിക് പടത്തിനുള്ള സ്കോപ്പ് അവർ യൂസ് ചെയ്യാതെ വിട്ട ഒരു. അതെ, ഇപ്പോൾ ഈ സിനിമ ഭയങ്കര വലിയൊരു ഹിറ്റ് ആവേണ്ട ലൈൻ ഓഫ് ഒരു പരിപാടി ഉള്ള ഐഡിയ തന്നെ, പക്ഷെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച പടം ഒരു ജനറിക് സിനിമ അല്ലേ, ഒരു ജനറിക് പടം. അതിന് അവരുടേതായ റീസൺസ് ആണ് ഈ പറയുന്ന ബഡ്ജറ്റ്, പിന്നെ ഇത് വർക്കാവും എന്നുള്ള ഡൗട്ട്സ്. പക്ഷേ ഇപ്പോൾ ചേട്ടൻ ബഡ്ജറ്റിനേക്കാൾ കൂടുതലല്ലേ ഇപ്പോൾ ഇവർ ഇതിനൊരു ഫ്ലാറ്റ് ഡയറക്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ നമുക്ക് എവിടെയും ഈ സിനിമ ലിഫ്റ്റ് ആവുന്ന പോലെയോ എവിടെയും നമുക്കറിയാം ഈ മൊമെന്റ് ഇങ്ങനെയല്ല നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യപ്പെടേണ്ടതും. ഈ മൊമെന്റിന് നമുക്ക് ഭയങ്കര നല്ലൊരു ഗൂസ് പംപ്സ് ഉണ്ടാവേണ്ടത്, നമുക്ക് നല്ല ഇമ്പാക്ട് ഉണ്ടാവേണ്ടത് ഒരു സീനാണെന്ന് നമുക്ക് തോന്നുന്നില്ല. രണ്ടും ഈ പറയുന്ന സ്ക്രിപ്റ്റിലും ആ ഒരു, അതായത് ഇപ്പോൾ ജഡായു എന്ന എലമെന്റിനെ തിരിച്ചുകൊണ്ടുവരിക. അപ്പോൾ അത് നമ്മളിങ്ങനെ അറിയാം, ജഡായുവിനെ തിരിച്ചുകൊണ്ടിരുന്ന എലമെന്റ്. അപ്പം നമ്മൾ ആ സീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇവരിതിനെ പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യും. അവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ജഡായുടെ ഒരു കല്ല് പെട്ടെന്ന് കാണിക്കുന്നു, ഇനി അതിൻ്റെ ഒരു ഇത് കാണിക്കുന്നു, പെട്ടെന്ന് ജഡായുവിൻ്റെ ഒരു പിൻ തലമുറക്കാരിയാണ്. അങ്ങനെ അവരുടെ ഇതിൽ വന്ന എന്തോ ഒരു സമ്പതി അങ്ങനെ എന്തോ ഒരു പേരാണ് പറയുന്നത്. ഇതൊക്കെ വരുന്നു. അപ്പം നമ്മളിങ്ങനെ ഈ എലമെന്റ്സ് ഒക്കെ നമ്മുടെ തലയിൽ കിടക്കുന്നത് കുറെ കൂടെ ഇത് തീരുമ്പോഴും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം, ഈ ജഡായു എലമെന്റ് ഒക്കെ വന്നു. പക്ഷെ ഇത് ഈ സീൻ നടന്ന് തീരുമ്പോഴും നമ്മളെ അത് ഇമ്പാക്ട്ഫുൾ ആയിട്ട് നമ്മുടെ അടുത്ത് എത്തുന്നില്ല. ഇവരാ സീനിനകത്ത് ഇവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഇവർ ഈ വിഷ്വലി ജഡായുവിനെ കാണിക്കാൻ VFXും ഈ പറഞ്ഞ മോഡൽ പരിപാടിയൊക്കെ വെച്ച് ഇവരെന്തോ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കത് എനിക്ക് തോന്നുന്നത് ഈ കൊടുത്ത ചില സമയത്ത് എനിക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കിട്ടാത്തത് ഈ പ്രൊഡക്ഷനിലൊക്കെ നമുക്ക് ഒരുപാടൊന്നും വർക്ക് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ്. ബട്ട് ഈ ഉള്ള ബഡ്ജറ്റ് വെച്ച് തന്നെ എനിക്കൊന്ന് കുറെ കൂടി ഇമ്പാക്ട്ഫുൾ സീൻസ് ക്രിയേറ്റ് ചെയ്യാൻ തോന്നുന്നു. സീൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ലൈനിലല്ല അവർ ഇതിന്റെ ഡയറക്ടറുടെ ഡയറക്ഷൻ അങ്ങനെയല്ല, കുറച്ച് ഫ്ലാറ്റ് ഷോട്ടുകളാണ്. അതിങ്ങനെ നമുക്ക് ഈ VFX വെച്ച് പക്ക ഒരു ജീവിയെ ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് അറിയുമ്പോൾ നമ്മളതിനെ ഹൈഡ് ചെയ്യത്തക്ക രീതിയിലോ വേറൊരു ഇതിപ്പോൾ ഇങ്ങനെ ഫുള്ളി വെൽ ലിറ്റായിട്ടുള്ളൊരു കേവ്, അപ്പോൾ അതിനകത്ത് ഈ ജീവി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഇത് കുറച്ച് VFX ആണെന്ന് തോന്നും. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നഷ്ടപ്പെടുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അത് എന്തുകൊണ്ടൊക്കെയോ കുറച്ചധികം റീസൺസ് ഉണ്ട്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണുന്നില്ല, ഇങ്ങനെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഇത് ഓക്കെ ഈ സീൻ ഇങ്ങനെ എൻഡ് ചെയ്യുമെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ തന്നെ കുറച്ച് ഫ്ലാറ്റായിട്ടാണ് എൻഡ് ചെയ്യുന്നത്, കുറച്ചത് ഇമ്പാക്ട്ഫുൾ അല്ലാതെ. അപ്പം അങ്ങനെ കുറച്ച് ഒരുപാട് സീനുണ്ട്. ഓരോ ബുക്കും ഇല്ലേ, ഓരോ ബുക്കിൻ്റെയും നമ്മൾ ഈ ഇപ്പം 9 ബുക്കുണ്ടെന്ന് പറഞ്ഞാൽ ഓരോ ബുക്കും എന്താന്ന് പോലും പറഞ്ഞിട്ടില്ല, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പറയുന്നില്ല. 8ാമത്തെ 9ാമത്തെ ബുക്കിനെ പറ്റി മാത്രമാണ് നമ്മൾ. 8ാമത്തെ ബുക്ക് ശബ്ദം കൊണ്ട് ആയുധങ്ങൾ, അതെ ശബ്ദത്തെ ബേസ് ചെയ്താണ്. അപ്പോൾ അതിൽ ശബ്ദം കൊണ്ടുള്ള ഒരു ആയുധമുണ്ട്, ശബ്ദം ആയുധമാക്കുന്ന അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. ബട്ട് അതിനൊരു ആക്ഷൻ സീക്വൻസ് വരും പടത്തിൽ. പക്ഷെ അത് നമുക്ക് കാണുമ്പോൾ അതിങ്ങനെ അതെന്തോ അണ്ടർ കട്ട് ചെയ്ത്, അതായത് ഇവരിങ്ങനെ എന്തോ ഫുൾ ഫ്ലെഷ്ഡ് അതിലേക്ക് പോകാൻ കാര്യം എന്തോ, അതായത് നമുക്കിത് ചെറിയൊരു സെറ്റപ്പിൽ ചെറിയ ഒതുക്കാം, ഇത്രയും മതി. കാരണം ഇവർ പറയുന്നുണ്ട് ഒരു മല തന്നെ ഇല്ലാണ്ടായി. എങ്ങനെ അത് ചെയ്തത് ഈ ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ചാൽ. അപ്പോൾ നമ്മളത് കാണാൻ പോകുന്ന ആക്ഷൻ സീക്വൻസ് ഒരു മല തന്നെ അവരവിടെ നിന്ന് നീക്കം ചെയ്തെന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ആക്ഷൻ സീക്വൻസ് ഒരു ചെറിയ 4-3-7 പേരുള്ള ഒരു കുഞ്ഞു സീൻ. അതെ, ഒരു ആർമിയാണ്, 7 പേരുള്ള ഒരു ആർമിയുടെ. അപ്പോൾ അത് സിനിമ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന എപ്പിക്നെസ് സംസാരത്തിലാണ്. അതായത് ഈ വെപ്പൺ വെച്ചൊരു മല തന്നെ ഇല്ലാതാക്കാൻ കരുത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെയാണ് അവിടെ നിന്ന് പോകണമല്ലോ എന്ന് പറഞ്ഞ് വില്ലൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും 7 പേരുമായിട്ടുള്ളൊരു ഫൈറ്റ് സീൻ അതും അണ്ടർ കട്ട് ചെയ്യുക. അത് ഈ 7 പേര് വില്ലനെ അടിച്ചിട്ട് കഴിയുമ്പം പിന്നെ ഏറ്റവും വലിയ കോമഡി ബുക്ക് മറച്ചു വെച്ചിരിക്കുക. അപ്പം ബുക്ക് എടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി ഒരുത്തൻ ബുക്ക് തുറന്ന് മറച്ചു വെച്ചിരുന്നത് എടുത്ത് പുറത്തിറങ്ങി വില്ലിന്റെ മുമ്പിൽ നിൽക്കുക. വില്ലൻ ഉടനെ ഇപ്പൊ ലാഭമായില്ല എന്ന് പറയുന്ന പോലെ അത് വില്ലന്റെ അവസ്ഥ. അത് കണ്ടിന്യൂസ്ലി ആ ഒരു മണ്ടത്തിലുണ്ട്. അതായത് ഈ ബുക്കുകളൊക്കെ കാലാകാലങ്ങളായിട്ട് ഒരിടത്ത് ഒളിപ്പിച്ച് വെച്ചേക്കുക. അപ്പോൾ വില്ലൻ ഇത് അന്വേഷിച്ച് നടക്കുവാണ്, എനിക്ക് കിട്ടുന്നില്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സംഭവിക്കുന്നത് വില്ലൻ വരുന്നു എന്ന് കേട്ടിട്ട് ഈ ബുക്ക് എടുത്ത് വില്ലൻ്റെ മുമ്പിൽ പോയി നിൽക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ. അപ്പോൾ അത് വില്ലൻ നോക്കുമ്പോൾ ആ ബുക്ക് എടുത്ത് ഞാനിത് അന്വേഷിച്ചുകൊണ്ടിരുന്ന ബുക്ക്
ഒരു പവറും ഇല്ലാത്തവർ. നായികയ്ക്ക് പ്രത്യേകിച്ച് പവറൊന്നുമില്ല. ഇപ്പം നായികയുടെ കയ്യിലാണ് ബുക്ക് ഇരിക്കുന്നത്. നായികക്കൊരു പവറുണ്ട്. നായിക ആക്ച്വലി മൈൻഡ് റീഡ് ചെയ്യാം. അത് നായിക ഇങ്ങനെ ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അകത്തേക്ക് പഴയ ശങ്കർ സിനിമയിൽ മറ്റേ അന്യനാവുന്ന ആ ഒരു സാധനമാണ്. അതുപോലെ ഒരു ആനിമേഷൻ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ തലച്ചോറിൽ ഏതോ 2 ന്യൂറോൺസ് തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന പോലെ ഒരു ഷോട്ട് കാണിക്കും. എന്നിട്ട് അപ്പോൾ ഉള്ള തോട്ടം എന്തുവായിരുന്നു, നായിക എന്ത് ചെയ്യണം, അവരുടെ മനസ്സിൽ അവർക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ എന്തും എടുക്കാം എന്നുള്ള ലൈനാണ്. മറ്റേ എന്തോ 7ാം അറിവല്ലേ ഇങ്ങനത്തെ റേറ്റ് ഉള്ളത്? അല്ല, അത് ആക്ച്വലി DNA-യിൽ നിന്നും നമ്മുടെ ജനറ്റിക് അതല്ല, ഇങ്ങനെ ആളുകളെ കൺട്രോൾ ചെയ്യുന്നു. അത് മൈൻഡ് കൺട്രോൾ വില്ലൻ. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇപ്പൊ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് പുതിയൊരു ഇൻഫർമേഷൻ പ്ലാൻ ചെയ്യുക, അതൊക്കെ ഹിപ്നോട്ടിസ് അല്ല, ഇത് ബേസിക്കലി മൈൻഡ് റീഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതാണ് നായിക. ഞാൻ ആ എലമെന്റ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ ഇങ്ങനെ പിന്നീട് യൂസ് ചെയ്യാവുന്ന എലമെന്റ്സ് ആണല്ലോ. അതൊക്കെ എനിക്കൊന്ന് ഇനിഷ്യൽ ഒരു ക്രൈസിന് വേണ്ടി അതല്ല, അത് തുടക്കത്തിൽ അത് കുറച്ചു നേരം ഇങ്ങനെ പോകുന്നുണ്ട്. ഇവനെ തേടി പോകുന്നത് അങ്ങനെ ആ ആൾക്കാരുടെ അടുത്ത് ചെന്ന് നായക ചോദിക്കുന്നില്ല. ആൾക്കാരെ പോയി മീറ്റ് ചെയ്യുന്നു, പിന്നെ അവരുടെ മൈൻഡിനുള്ളിൽ വായിച്ച് അങ്ങനെ നായകനെ കണ്ടുപിടിക്കാൻ ഇവിടെ ഇങ്ങനെ പോവുകയാണ്. ഇവർക്ക് ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. നായകനെ 24 വയസ്സായി, ഈ നായകനെ തിരിച്ചു കൊണ്ടുവന്ന് നായകൻ മിറായി എടുത്തിട്ട് വേണം വില്ലിനെ നശിപ്പിക്കാൻ. അപ്പോൾ അതുകൊണ്ട് നായകനെ എന്ത് ചെയ്തും, നായകനെ ത്യാഗം ചെയ്തിരിക്കുകയാണ് നായകൻ്റെ അമ്മ, അതായത് ശ്രേഷ്ഠൻ. അപ്പോൾ അതൊക്കെ എനിക്ക് പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സീൻ എന്ന് പറഞ്ഞാൽ ഈ ടുവേർഡ്സ് ക്ലൈമാക്സ് ശ്രീയാശ്വരൻ ഒരു ഗ്രാമത്തിൽ നമ്മുടെ വില്ലന്റെ ഫ്ലാഷ് ബാക്ക് പറയുന്ന സീക്വൻസ്. അതെ, വില്ലന്റെ 2 ഫ്ലാഷ് ബാക്ക് ഉണ്ട്. വില്ലന്റെ ഫ്ലാഷ് ബാക്ക് ഏത് ഫ്ലാഷ് ബാക്കിലാണ് വില്ലനായെന്ന് മനസ്സിലാകുന്നത്. അതായത് മറ്റേ നമ്മുടെ കാർത്തികേയ എന്ന പയ്യന്റെ പേര് അല്ലേ, നമ്മുടെ ഇതിലൊക്കെ അഭിനയിച്ചു സലാറിലൊക്കെ ആക്ച്വലി പൃഥ്വിരാജിന്റെ ചെറുപ്പോട്ട് അഭിനയിച്ച ഫ്ലാഷ് ബാക്ക് ഉണ്ടോ കാർത്തികേയ മസ്റ്റ് എന്ന് പറയുന്ന പോലെ ആ പുള്ളിയാണ് വില്ലന്റെ ചെറുപ്പോട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സീക്വൻസ് ഒരു ഷൂട്ട് ചെയ്യുന്ന രീതിയുണ്ട്. അതായത് ഈ പയ്യനെ ഫ്രെയിമിൽ ഒരു വണ്ടേഡിൽ പുള്ളിയെ ഫേസ് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് സംഭവം നടക്കുന്നത്. അത് ഇങ്ങനെ കുറച്ച് രസം കുറച്ചധികം കണ്ട ഒരു സംഭവമാണ്. എനിക്കൊന്ന് മറ്റേ ബാക്കിൽ വില്ലൻ ചെയ്ത പരിപാടികളൊക്കെ ബാക്കിൽ നടക്കുന്നു. വില്ലനെ ഒരു എപ്പോഴും എല്ലാ സീനിലും ആ ഫ്ലാഷ് ബാക്ക് സീക്വൻസ് അത് ഒരു ഫോളോ ചെയ്യുന്നത്. അത് നല്ല രസമാണ് നമുക്ക് കാണുമ്പോൾ. ഇത് രസമുള്ളൊരു പരിപാടിയാണല്ലോ. നമ്മളെ വില്ലനെ കാണിക്കുന്ന സീനിലെല്ലാം മീൻസ് വില്ലൻ്റെ ഫ്ലാഷ് ബാക്ക് ചെറുപ്പത്തിൽ അവൻ ചെയ്ത കാര്യങ്ങൾ കാണിക്കുന്ന ഷോട്ടിലെല്ലാം ഇവനെ റൂൾ ഓഫ് തേർഡിൽ പ്ലേസ് ചെയ്തിരിക്കും. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ആക്ഷൻ നടക്കുന്ന പോലെ അങ്ങനെ അത് കുറച്ച് രസം ഉണ്ടായിരുന്നു. ആ സാധനത്തിൽ എനിക്ക് വർക്കായത് മറ്റേ ശ്രീയാശ്വരൻ്റെ ഇങ്ങനെ എല്ലാവർക്കും ഒരു അതിനൊരു സീക്വൻസിനൊരു സ്റ്റാർട്ട് മിഡിൽ എൻഡ് പോലെ. അതായത് എനിക്ക് പേഴ്സണലി മറ്റേ ഫ്ലാഷ് ബാക്കിന്റെ ആവശ്യമില്ല. ചെറുപ്പത്തിൽ തന്നെ രണ്ട് ഫ്ലാഷ് ബാക്ക്. അതെ, ആ ചെറുക്കനെ എടുത്തു വളർത്തുന്നു, എന്നിട്ട് മനസ്സിലാക്കുന്നു പുള്ളിന്റെ ഉള്ളിൽ ഒരു വില്ലത്തരം ഉണ്ടെന്ന്. മറ്റേ ഈ ബാഹുബലിക്കകത്ത് 2 പേരെ എടുത്ത് ആ സീക്വൻസിൽ ബാഹുബലിയും ബല്ലാലദേവനെയും അമ്മ വളർത്തുന്നു. ഒരാൾ ഈ ലൈനിൽ പോകുന്നു, ഒരാൾ ആ ലൈനിൽ. ആ ഒറ്റ ഫ്ലാഷ് ബാക്ക് മതി. ഇതിപ്പോൾ 2 ഫ്ലാഷ് ബാക്ക് ഒക്കെ പറയുമ്പോഴത്തേക്കും പടത്തിൽ എന്ത് ചുമ്മാ അങ്ങ് പോകും. 2 ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം വേറെ പയ്യനാണ്, അതായത് കാർത്തികയേക്കാൾ ചെറുപ്പമായിട്ട് വേറെ ചെറുപ്പത്തിൽ അതിലും വലിയ വില്ലനായിരുന്നു, വലുതാകുമ്പോഴും വില്ലൻ. അതിൻ്റെ ആവശ്യമില്ല, ഏറ്റവും വലുതായപ്പോഴും വില്ലൻ. അപ്പം നമുക്ക് ഒരു ഫ്ലാഷ് ബാക്കിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ മറ്റേ ഈ എന്താ ചരട് കൊടുക്കത്തില്ലേ, അപ്പോൾ ഈ ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അതെ. അപ്പോൾ അച്ഛനെടുത്ത് ഒരു പയ്യനെ, ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു പയ്യനെ എടുത്ത് വളർത്തുന്നു. അവൻ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് ഈ ബുക്കുകളുടെ പവറിനെ കുറിച്ച് അറിയുന്നു. അവൻ വില്ലനാവുന്നു. അവനെ താന്ത്രിക വിദ്യകളൊക്കെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവൻ എന്താ വെച്ചാൽ ഇവനെ ഉപയോഗിക്കുന്ന താന്ത്രിക വിദ്യകൾ ഇവൻ അതിനെ മോശമായി ഉപയോഗിക്കുന്നു. നമ്മുടെ പഴയ അധർവത്തിന്റെ ഐഡിയ. അത് ഈ സാധനം ഉണ്ടല്ലോ, സ്റ്റാർ വാർസ് എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട്, അതിൻ്റെ ഒരു ഗെയിമുണ്ട്. ഈ ഗെയിമിൻ്റെ സിനിമാറ്റിക്സിൽ ഈ സെയിം പരിപാടി, ഈ സെയിം സീക്വൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു പെങ്കൊച്ചിനെ ഈ പറയുന്ന പോലെ സ്റ്റാർ വാർസിൽ ഈ പറയുന്ന 2 ലൈനിൽ പോകുന്നു, ജഡയും പിന്നെ മറ്റേത് സിത്ത്. അങ്ങനെയാണ് പോസിറ്റീവ് നെഗറ്റീവ്, ഈ സെയിം കോൺസെപ്റ്റ് തന്നെ, ജഡൈ സിത്ത്. അതിനകത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ഉണ്ട്, ഞാൻ കുറച്ച് സിമ്പിളായിട്ട് പറയുകയാണ്. അപ്പം ഈ പെങ്കൊച്ച് ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ പുള്ളിക്കാരത്തേക്ക് ദേഷ്യം വരുമ്പോഴത്തേക്കും സിത്തിൻ്റെ പരിപാടികൾ, അത് എതിരാളി ഉണ്ടെങ്കിൽ പുള്ളിക്കാരത്തേക്ക് മറ്റേ കൺട്രോളിങ് പവറൊക്കെ ഉണ്ട്. അപ്പം എതിരാളിയെ കൊല്ലുക എന്നുള്ള ലൈനില്ല. അപ്പോൾ ഈ ആങ്കർ പുള്ളിക്കാരത്തെ ഒരു പോയിന്റ് കഴിയുമ്പോൾ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഈ പവർ ഉണ്ടെങ്കിലും അത് യൂസ് ചെയ്യുന്നു. പുള്ളിക്കാരെ തോക്കുമെന്ന് അറിയുമ്പോഴത്തേക്കും പുള്ളിയുടെ ലൈൻ അങ്ങനെ ഇതിനകത്തുള്ള സെയിം സീക്വൻസ് അതിനകത്തുണ്ട്. ക്രോധവും ഈ കഴിവോട് ഒരുമിച്ച് ഉപയോഗിക്കരുത് ആ സീക്വൻസിൻ്റെ ഒരു വേർഷനായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ആ ഗെയിമിൻ്റെ സിനിമാറ്റിക്സ് ആണിത്. എന്നിട്ട് ലാസ്റ്റ് ഗെയിമിൽ അവൾ സിത്താവും. ലാസ്റ്റ് അതിനകത്ത് തന്നെ ആ ഷോർട്ട് ഫിലിമിനകത്ത് തന്നെ അമ്മയും മോളുമായിട്ടാണ് ലാസ്റ്റ് ഫൈറ്റ് വരുന്നപ്പം. അപ്പോൾ അത് നല്ലൊരു സംഭവമാണ്. ജസ്റ്റ് ആ സിനിമാറ്റിക്സ് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്, ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ലൈൻ. അത്രയും സ്റ്റോറി ലൈൻ സ്റ്റാർ വാർസിൻ്റെ സിനിമകളിൽ പോലും ഇല്ല. അപ്പോൾ ആ ലൈനിലൊരു സംഭവമാണ് ഇതും ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നിട്ട് ലാസ്റ്റ് ഇവനൊരു ചരട് കൊടുത്ത് ഒരു ഗ്രാമത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ആ ഗ്രാമത്തെ രക്ഷിക്കാൻ വേണ്ടി ശ്രീയാശ്വരൻ്റെ ഒരു പരിപാടി. അപ്പം അതൊക്കെ ആത്മത്യാഗം. ഇങ്ങനെ ഒരു മുദ്രയൊക്കെ എന്തോ പിടിച്ചിങ്ങനെ ഇരുന്നിട്ട് അതൊക്കെ സ്വയം അങ്ങോട്ട് കത്തുകയാണ്. അതെ. എന്നിട്ട് എനിക്ക് തോന്നിയ ആ സീക്വൻസില്ലേ, ആ സീക്വൻസ് എടുത്ത് തുടക്കം വെച്ച് കഴിഞ്ഞാൽ ഈ കഥകൾ ഇങ്ങനെ ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇവന്റെ അമ്മയാണെന്ന് ഇവൻ അറിയത്തില്ല. അപ്പൊ ഇങ്ങനെ
സെക്കൻഡ് ഹാഫിൽ ഈ ഗ്രാമത്തിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ നിന്ന് കത്ത് കാണുമ്പോൾ അവൻ്റെ ഇമോഷണൽ കണക്ട് ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ഒരു റീഅറേഞ്ച് ചെയ്തിരുന്നെങ്കിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ നമ്മൾ യൂഷ്വലി ഇപ്പോൾ ഇങ്ങനത്തെ സിനിമ കാണുമ്പം അതിൻ്റെ ഒരു ബിഗിനിങ് പരിപാടി ഉണ്ടാവില്ല. ആ പരിപാടിയിൽ ഇത് തുടങ്ങിയാൽ ഇവര് തുടങ്ങുന്ന സംഭവം ഈ അമ്മയുടെ ത്യാഗം എന്നുള്ളത് അത് കുറെ നേരം കഴിഞ്ഞിട്ടും ഇവര് തുടങ്ങുന്നത് മറ്റേ അശോകയുടെ വാറി തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ ഇവളുടെ സ്റ്റോറി എല്ലാം കഴിഞ്ഞ് ഈ മകനെ ത്യാഗം ചെയ്യുന്ന അത്രയും സീക്വൻസ് പോയിട്ട് അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ കുറെ നേരം കഴിയുമ്പോൾ ഇതേ സംഭവത്തെ വീണ്ടും പറയും. അതെ അതെ. അപ്പൊ ഈ ഇൻഫർമേഷൻ രണ്ടു വട്ടം പറയും, 2-3 വട്ടം ഒരേ സാധനം തന്നെ പറയണം. അപ്പൊ ഇവർക്ക് എനിക്ക് തോന്നുന്നു ഇവർക്ക് 3 ഐഡിയ കിട്ടി, എല്ലാം ഇവർക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാം വെച്ചേക്കാം. അതായത് ഒരു ഐഡിയ നമ്മുടെ മുമ്പിലേക്ക് ഒരു ഇൻഫർമേഷൻ നമുക്ക് പ്രസന്റ് ചെയ്യണം. അപ്പോൾ അതിന് 3 ഐഡിയ കിട്ടി, 3 ഓപ്ഷൻസ് കിട്ടി. എന്നാൽ ഈ 3 ഓപ്ഷനും പടത്തിന് ആദ്യത്തെ അരമണിക്കൂർ വെച്ചേക്കാം എന്നുള്ള ലൈനിലാണ് ഇവർ പ്രസന്റ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത് നമ്മൾ ഇനിഷ്യലി ഈ ഒരു സീക്വൻസ് കുറച്ചധികം എക്സ്പോസിഷൻ ഉണ്ട്, പിന്നെ ഇതേ എക്സ്പോസിഷൻ സെക്കൻഡ് ഹാഫിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ തന്നെ വീണ്ടും 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 ഓരോരുത്തരും എന്ന് പറയും. അതിന് പകരം നമ്മൾ ഇത് ഈ പറഞ്ഞ പോലെ ശ്രേയാശാരുടെ ഈ സീക്വൻസ് നമുക്ക് തുടങ്ങിയിരുന്നെങ്കിൽ നമുക്ക് അത് കഴിയുമ്പോൾ അപ്പോൾ ആ ഫസ്റ്റ് സീക്വൻസ് തന്നെ നമ്മൾ ഭയങ്കര ഹുക്ഡ് ആവും. പടത്തിനകത്ത് കുറച്ച് ഇന്നാവും നമ്മൾ. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് പടത്തിൽ കുറച്ചുകൂടെ ഇതായിട്ട് പോകും. സീക്വൻസ് ആക്ച്വലി ഇവരുടെ ബഡ്ജറ്റ് വെച്ച് വൃത്തിക്കാ ചെയ്തേക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ എ ഉണ്ട്, VFX എലമെന്റ്സ് എല്ലാം ഉണ്ട്. അങ്ങനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതും അശോക ചക്രവർത്തിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആളുടെ ഫേസ് അവർ റിവീൽ ചെയ്യാതാണ് ചെയ്തിരിക്കുന്നത്. കൃഷ്ണനെ ചെയ്ത പോലെ, ഏത് കൽക്കിയിൽ ചെയ്ത പോലെ ആ പുള്ളിയുടെ ഫേസ് റിവീൽ ചെയ്യാതെ. അതിനകത്ത് ഇപ്പൊ കൽക്കിക്കകത്ത് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് മറ്റേ നറേറ്റീവ് എക്സ്പോസിഷൻ ആണ്. ഇത് ക്യാരക്ടേഴ്സ് പറഞ്ഞാണ്, ആ ടെക്നിക് അല്ല ഇവര് യൂസ് ചെയ്യുന്നത്. അത് നാഗാശ്വൻ എന്ന് പറഞ്ഞ ഫിലിം മേക്കർ ഈ തെലുങ്കു ലൈനിന്റെ കുറച്ചുകൂടെ മാറ്റി പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. ആ ലൈൻ മാറി ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. ഈ പറഞ്ഞ സ്ഥിരം നമ്മൾ ഈ തുടക്കത്തിൽ ഇങ്ങനെ ഭയങ്കര വലിയൊരു നരേഷനിൽ പോയി ഒരുപാട് കഥകൾ പറഞ്ഞൊന്നുമല്ല. നമുക്ക് വിഷ്വലി ഈ സീൻ കാണിച്ച സീനിലൂടെ നമുക്കിത് മനസ്സിലാക്കി തന്നാ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ വന്നിരുന്ന് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ കാണുമ്പോൾ എനിക്ക് മറ്റേ നമ്മുടെ രാജമൗലി പടങ്ങളോടൊരു ഇത് തോന്നുന്നു. കാരണം രാജമൗലി പടങ്ങൾ എടുക്കുകയാണെങ്കിൽ സിമ്പിൾ കഥയാണ്, പക്ഷേ ആ സിമ്പിൾ കഥയിൽ എത്താൻ കുറച്ച് പാടാണല്ലോ. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇതിനകത്ത് തന്നെ ഒരു സിമ്പിൾ സ്റ്റോറി ലൈനാണ്, പക്ഷേ അത് തന്നെ ഇവർ കുറച്ച് കോംപ്ലക്സ് ആക്കിയാണ് പറയുന്നത്. ഈ പടം എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റും ഡയറക്ഷനും ഇപ്പം സ്ക്രിപ്റ്റാണെ പോലും ഇതിൽ ഡയറക്റ്റ് ചെയ്യാൻ ഇപ്പം രാജം അങ്ങനെ ഒരു ഭയങ്കര നല്ല ഡയറക്ടർ ഉണ്ടായി തന്നെ ഇപ്പം ഇത് വെച്ച് തന്നെ കുറച്ചുകൂടെ ബെറ്റർ പടം നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു ഡയറക്ടർ വരുമ്പോൾ തന്നെ ഈ സ്ക്രിപ്റ്റിൽ റിപ്പീറ്റ് സാധനങ്ങളൊക്കെ കുറച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് അവരുടെ ഒരു എനിക്ക് മനസ്സിലായത് തെലുങ്കു സിനിമയുടെ ഒരു ശീലങ്ങളുണ്ടല്ലോ, ആ ശീലങ്ങൾ കംപ്ലീറ്റ്ലി മാറ്റും. ഇവരുടെ എല്ലാവരുടെയും ഒരു ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അതായത് ഈ തെലുങ്ക് പടം അല്ലെങ്കിൽ തമിഴിലൊക്കെ ഈ വലിയ പടങ്ങൾ എടുക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു ഒരു ഭയങ്കര ധാരണ ഓഡിയൻസിന് മനസ്സിലാവില്ല. ഓഡിയൻസ് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട് അവർക്ക്. അത് ഞാൻ ഒരുപാട് പടങ്ങൾ കണ്ടു. ഞാൻ അല്ലെങ്കിൽ നമ്മളെ എന്തിനാണ് ഇവരിത് സ്പൂൺ ഫീഡ് ചെയ്യുന്നത്? നമ്മൾ അത്രയും ബുദ്ധി ഇല്ലാത്ത ആൾക്കാരല്ലല്ലോ, നമുക്കിത് മനസ്സിലാവേണ്ട. ലോകം എങ്ങനെ വർക്ക് ചെയ്ത് ലോകം ആക്ച്വലി ഒരുപാട് സ്പൂൺ ഫീഡിങ് ഇല്ലാത്ത പടം. ബട്ട് അത് തെലുങ്കിലും എനിക്ക് ഒന്ന് ഓഡിയൻസിന് ഇത് വേണ്ട, ഓഡിയൻസ് അത് വേണമെന്ന് അവർ ഈ വാശി പിടിക്കുന്നത് ഫിലിം മേക്കേഴ്സും അല്ലെങ്കിൽ പ്രൊഡക്ഷനൊന്നും ഇവിടുന്ന് ഒരു ഭയമാണെന്ന് തോന്നുന്നു. ഈ കാരണം ഈ എക്സ്പോസിഷൻ സീൻ തന്നെ ഇങ്ങനെ ഒരു വേറൊരു പീസ് പോലെ കിടക്കുക പടത്തിൽ. പടം ഇങ്ങനെ പോകുന്നു. അതായത് ഈ പടം കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ ബേസിക് സ്റ്റോറി ലൈനില്ലേ ആ പ്ലോട്ട് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. അതെ, ഇതിങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് കട്ട് ചെയ്ത ഒരു ക്യാരക്ടറിൻ്റെ എടാ നീ ഇതല്ലേ അത് ചെയ്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, പിന്നെ കട്ട് ചെയ്തിട്ട് മറ്റൊരു പോലീസുകാരൻ്റെ ബാക്ക് സ്റ്റോറി കോമഡിക്ക് വേണ്ടി ഇവരിങ്ങനെ വെച്ചിട്ട് കോമഡി റിലീഫ് പോലെ. അതായത് ഈ സിനിമ ഭയങ്കര സീരിയസ് ആയിട്ട് പോകേണ്ടത് ഇതിങ്ങനെ കുറച്ച് ഫണ്ണായിട്ട് പൊക്കോട്ടെ, ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഫൺ മൂവി അതേ ലൈനിലാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. നായകനെയും ബാധിക്കുന്നുണ്ട് സീക്വൻസിലും. ഒരു നായകൻ ഇമോഷണലി ഇതിങ്ങനെ കുറച്ച് അമ്മയുടെ കഥയൊക്കെ കേട്ടിരിക്കുമ്പോഴേക്കും അടുത്ത ഡയലോഗിൽ തമാശയൊക്കെ പറഞ്ഞ് പൊട്ടി ചിരിച്ച് ആ വൈവിലേക്ക് പോകും. അപ്പം നായകൻ ഇതൊക്കെ ഈ മിറായി എടുക്കാൻ പോയിട്ട് പിന്നെ നായിക തട്ടിക്കൊണ്ടുപോയി എല്ലാ സാധനം കണ്ടിട്ട് ഞാനിതൊക്കെ പിന്നെ വലിയ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ കഥയൊക്കെ പറയും. അപ്പം ഈ പടത്തിന്റെ മൂഡിനെ അത് ബാധിക്കരുത്. അതായത് ഇപ്പം നമുക്കൊരു പടത്തിന്റെ ഒരു പടം ഇങ്ങനെ കയറുന്നില്ല, ഇങ്ങനെ പടം ഇങ്ങനെ പോകുന്ന പടം ഒരു പോയിന്റ് കയറും. ഈ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നിങ്ങൾ പ്രേക്ഷകർ ഒരുപാട് പേർക്ക് ആൾക്കാർക്ക് ഇത് ഭയങ്കര കുറേ രസമുള്ള സംഭവങ്ങൾ കാണാമെന്നുള്ള ഒരു സംഭവമുണ്ട്, അതുണ്ടാവും പടത്തിൽ. പക്ഷെ നമുക്കിത് നമ്മുടെ ഇതൊരു യൂഷ്വൽ നല്ലൊരു പടത്തിന്റെ മൂഡിലേക്ക് ഇതിനെ എത്തിക്കാൻ ഇനിയും ഒരുപാട് സാധനങ്ങൾ ആവശ്യമുണ്ട്. അതെ, ഇതിങ്ങനെ പടം ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യണം. അത് മിറായി എടുക്കണം എന്നുള്ള പോയിന്റിൽ നിന്നാണ് ഓക്കെ നായകൻ തിരിച്ചറിയും. അതുവരെ എനിക്ക് കുറച്ച് ബോറടിയായിരുന്നു. നായകൻ തിരിച്ചറിഞ്ഞ നായകൻ സീരിയസ് ആയി കഴിയുമ്പോഴത്തേക്കും ഓക്കെ അവരുടെ ട്രാക്കിൽ വന്ന് വീണു. ഇനി പടം
ഇൻട്രസ്റ്റിംഗ് ആവും. ഇൻട്രസ്റ്റിംഗ് ആവുന്ന ചോദിച്ചു. നായകൻ ഒരു 2 പോയിന്റ് കഴിഞ്ഞു മിറായ കൈ കിട്ടി കഴിയുമ്പോൾ ഇനിയിപ്പം കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് ജയറാമുമായിട്ട്. അതെ, ജയറാമേട്ടൻ വരുന്നുണ്ട്. ജയറാമേട്ടൻ അഗസ്ത്യമുനി എന്ന് പറഞ്ഞ ക്യാരക്ടറിലാണ് വരുന്നത്. അതുപോലും ജയറാമേട്ടൻ തുടക്കം ഭയങ്കര സീരിയസ് ആണ്. ഭയങ്കര ശ്രീയാശാനോട് ഭയങ്കര ഇത് ലോകം മുഴുവൻ മറിക്കും നിന്റെ മകനോട് രക്ഷപ്പെടുത്തുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മകൻ വന്നു കഴിയുമ്പോൾ ഭയങ്കര കോമഡിയാണ്. ലോകമൊക്കെ എല്ലാ കാലത്തും പുള്ളി ചിരഞ്ജീവിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. അതെ, പുള്ളി അഗസ്ത്യമുനി, എന്നെ എല്ലാവരും അഗസ്ത്യമുനി എന്നാണ് എൻ്റെ പേര്, എല്ലാവരും എന്നെ AG എന്നാണ് വിളിക്കുന്നത്, എളുപ്പത്തിന് AG എന്ന് വിളിച്ചത്. അപ്പോൾ അതൊക്കെ ബേസിക്കലി നമ്മളിപ്പോൾ പറയുന്ന പോലെ ലോകം നീലിയെ നമ്മൾ ചന്ദ്ര എന്ന് പറഞ്ഞ പുതിയൊരു വേഷം കണ്ട പോലെ അഗസ്ത്യമുനിയുടെ വേഷം തന്നെ. പക്ഷേ പുള്ളിയുടെ പേര് കേൾക്കുമ്പോൾ പുള്ളി ഇംഗ്ലീഷ് സംസാരിക്കും ചെയ്യണം. പുള്ളി ഇത്രയും കാലത്തിൽ ജീവിച്ചുകൊണ്ട് പുള്ളിക്ക് എല്ലാ ഭാഷകളും അറിയാമെന്നുള്ള ലൈനിൽ. അല്ല, അതെനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ഇതുപോലെ നീ പറയുന്ന ലോകയ്ക്കകത്ത് ഈ 10,000 വർഷം ജീവിച്ച ഒരാളെ മലയാളി കാണുന്നത് ഒരു നെഗറ്റീവ്, അതായത് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ട്, അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ ബുദ്ധിമുട്ടുകൾ കണ്ട് ജീവിതം അടുത്തൊരു ക്യാരക്ടറായിട്ട്. പക്ഷെ തെലുങ്കന്മാരാണെന്ന് ഇത്രയും വർഷത്തെ സാധനമൊക്കെ കണ്ട് വളരെ ഹാപ്പി ആയിട്ട് ഭയങ്കര ഫണ്ണായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമാശ. 2 കാഴ്ചപ്പാടുകളാണ് മലയാളി കാണുന്നത് എങ്ങനെ, തെലുങ്ക് കാണുന്നത് എങ്ങനെ. ചിരഞ്ജീവിയെ ക്യാരക്ടറാണ് അദ്ദേഹം. പെസിമിസ്റ്റിക് ആളുകളാണെന്ന് തോന്നുന്നു മലയാളികൾ. ഇത്രയും കണ്ടു കഴിയുമ്പോഴത്തേക്കും മനസ്സുമെടുത്ത് അത് എന്ത് ജീവിതം അവിടെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ റിപ്പീറ്റ് എല്ലാ കാലഘട്ടത്തിലും ഒരുത്തൻ എടുക്കാൻ വരും ഉണ്ടാകും. കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ നടന്നു പോക്കോളൂ. അതായത് സിനിമയിൽ നായകൻ ആക്ച്വലി എല്ലാ സാധനത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ ഇവൻ എന്താണെന്ന് വെച്ചാൽ കഞ്ചാവിന് റിവീലിംഗ് സീനാണ്. നിന്റെ ഉള്ളിൽ നന്മയുണ്ടെന്ന് നായിക പറഞ്ഞ് മനസ്സിലാക്കുന്ന എക്സാമ്പിൾസ് ആണ്. ഒന്ന് ഈ കാർ എടുത്തത് ഇന്ന സാധനമാണ്, ബസ് എടുത്തത്. പക്ഷെ വേറൊരു എക്സാമ്പിൾ ഇതാ, അതായത് കഞ്ചാവിന്റെ കൂട്ടത്തില് മല്ലിയില കഞ്ചാവിന്റെ കൂട്ടത്തിൽ മല്ലിയില മിക്സ് ചെയ്യുന്നു. അതെ, അത് നിന്നിൽ നന്മയുള്ളതുകൊണ്ടാണ് ചെയ്തത്. നായകനോട് പറയും സീൻ നമ്മൾ തീർത്ത് കണ്ടിട്ട് വല്ലാത്തൊരു നന്മയായി പോയി. അങ്ങനത്തെ കുറെ നമുക്ക് ഫണ്ടായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് പടത്തിൽ. പിന്നെ പടത്തിൽ ഒട്ടും അഭിനയിക്കാൻ അറിയാത്തൊരു ചേച്ചിയുണ്ട്. ഒന്നല്ല, കുറച്ചധികം വരും. പക്ഷെ എന്നാലും നമുക്ക് കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഈ ചേച്ചിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു വില്ലത്തി. ആക്ച്വലി പുള്ളിക്കാരി ഫോറിനെന്നോണം എനിക്ക് മനസ്സിലായത് ആക്ഷൻ ചെയ്യുന്ന ടീമിന്റെ കൂടെ വന്നതോ കൊറിയോഗ്രാഫി എന്തോ ആക്ഷൻ സ്റ്റണ്ട് ആക്ടർ. അപ്പോൾ പുള്ളിക്കാരി സ്റ്റണ്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അതൊക്കെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റണ്ട് ആക്ടർ വെച്ച് തന്നെ ഇത് അതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റണ്ടും പരിപാടിയൊക്കെ ഓക്കെ. പക്ഷെ അവർക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. നല്ല ആക്ഷൻ സീൻസ് ഉണ്ട് സിനിമയിൽ. ഇവർ വന്ന് അഭിനയിക്കുന്ന സിനിമയിൽ ഡയലോഗ് ഡെലിവറി, എസ്പെഷ്യലി ഇവർ ഇംഗ്ലീഷ് ഒക്കെ നമുക്ക് അതൊരു റീസൺ. അത് ഈ സ്ക്രിപ്റ്റിനകത്ത് ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഇംഗ്ലീഷ് ഐ കനോട്ട് അക്സെപ്റ്റ് എന്നൊക്കെ വില്ലൻ പറയുമ്പോൾ വില്ലൻ ഭയങ്കര വില്ലന്റെ ഒരു രോദനുണ്ട്. ഒരു സീൻ ഒരു 10-5 മിനിറ്റിന്റെ ഒരു രോദന സീൻ ഉണ്ട്. അതിനകത്ത് ആസ്ഥാനത്തൊക്കെ ഇംഗ്ലീഷ് പറയും. അതെനിക്കൊന്ന് ഡബിന്റെ ഇഷ്യൂ ആണോ? അത് ഡബ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തവരാണെങ്കിൽ ഇംഗ്ലീഷ് അത്ര പറഞ്ഞ് ശരിക്കാത്തവർ അവർ ഇംഗ്ലീഷ് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ നമുക്ക് ഇത് ഒത്തില്ലല്ലോ എന്നുള്ള. അതുകൊണ്ടാണ് അതുകൊണ്ടും പിന്നെ ഈ ഒരു കഥാപാത്രം ഈ ഡയലോഗ് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇമ്പാക്ട് ഉണ്ടാവുമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇംഗ്ലീഷ് ഡയലോഗ് വരുന്നത്. അല്ലാതെ നമ്മൾ റൈറ്റർ എഴുതിയോണ്ടല്ല കഥാപാത്രം ഇംഗ്ലീഷ് പറയേണ്ട. അങ്ങനെ അതിൻ്റെ വ്യത്യാസമുണ്ട്. ഞാൻ എഴുതിയത് കൊണ്ട് നീ ഇംഗ്ലീഷ് പറയുന്നതും ആ കഥാപാത്രത്തിന് ഫീൽ ചെയ്യുകയാണ്. ഈ ഇമോഷൻ ഇംഗ്ലീഷിൽ പറഞ്ഞാലാണ് കൃത്യമായ ഇമ്പാക്ട് ഉണ്ടാകുക. നല്ല ഇമ്പാക്ട്. അങ്ങനെയാണ് ആക്ടിങ് വ്യത്യാസം വരുന്നത്. അപ്പം അങ്ങനെ നല്ല ഇമ്പാക്റ്റ് ഇല്ലാതെയാണ് ഇത് വരുന്നത്. ഇപ്പോൾ ആസ്ഥാനത്തൊക്കെ ഇംഗ്ലീഷ് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചു പോകും. വില്ലനും കൂടെ ആവും. വില്ലൻ കട്ടടാർക്ക് വില്ലൻ വരെ താനോസ് ലെവലാണ്. താനോസ് ലെവലിലാണ് ഈ ഡയലോഗ് പറയുന്നത്. നിനക്കൊണ്ടൊന്നും പറ്റത്തില്ല. ഏറ്റവും തമാശ വില്ലന്റെ കൂടെ 2 പ്രൊഫസർമാരുണ്ട്. അത് ഇനിഷ്യലി എല്ലാം പ്രൊഫസറോട് ചോദിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും പ്രൊഫസർ. അപ്പോൾ പ്രൊഫസർ വില്ലൻ പറയുന്നത് ഇതെല്ലാ സീൻ കാണുമ്പോഴും ഫസ്റ്റ് സീൻ മുതൽ ലാസ്റ്റ് സീൻ വരെ പ്രൊഫസർ ഇത് ആദ്യമായിട്ട് കണ്ട് ഞെട്ടുന്ന പോലെ. അതായത് ഓൾറെഡി 8 ബുക്ക് പുള്ളി കൈക്കലാക്കി. അപ്പോഴും ഈ 9ാമത്തെ ബുക്ക് എടുക്കാൻ പോകുമ്പോഴും ഇതെല്ലാം കണ്ടു ഞാൻ ഞെട്ടുക. ഞെട്ടലെന്നൊക്കെ പറഞ്ഞാൽ മറ്റേ അന്യായ ഞെട്ടൽ. ഇതിവരെ ചെയ്യാൻ നിന്നാ ഞാൻ അറിഞ്ഞത്. അതെ, ഞാൻ ഇന്ന് അറിയത് എൻ്റെ സ്റ്റുഡൻറ്റിന് ഇത്രയും കഴിവുണ്ടെന്ന്. അല്ല, എനിക്ക് തോന്നുന്നു ഈ നേരത്തെ പറഞ്ഞ സാധനത്തിന്റെ എലമെന്റ് ആണെന്ന്. അതിപ്പം വില്ലൻ എന്ത് ചെയ്യുമെന്ന് ഓഡിയൻസിനെ ധരിപ്പിക്കാനുള്ള ക്യാരക്ടറാണ് പ്രൊഫസർ. എടാ നീ ഇന്ന് എന്ത് ചെയ്യടാ എന്ന് ചോദിക്കുന്നത്. ഞാൻ ഇന്ന് അവിടെ പോയി 9ാമത്തെ ബുക്ക് അവരെയൊക്കെ ഒന്നെടുക്കും. ഓഹോ, ഈ സാധനത്തിന് വേണ്ടിയിട്ടാണ് തോന്നുന്നു ആ പ്രൊഫസറെ വെച്ചേക്കുന്നത്. അല്ലാതെ 0 പർപ്പസ് ആണ് പ്രൊഫസറിന്. ഞാനും വിചാരിച്ചു എന്തിനാണ് ഈ പ്രൊഫസർ നിൽക്കുന്നത്, പ്രൊഫസറിന്റെ ട്രാക്ക് എന്താണ്, ഇനി ഒരു പക്ഷേ കഥയിൽ നേരത്തെ എവിടെയെങ്കിലും ഇവർ വരുന്നതാണോ, ഇനി ഇവർ ഇടയിൽ കളഞ്ഞാണോ, ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ. ഞാനും ആലോചിച്ചു എന്താണ് ഈ പ്രൊഫസർ ഇയാളുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ആ ക്യാരക്ടറിന്റെ പർപ്പസ് എന്താണ്, അയാൾ എന്താണ് പടത്തിൽ ചെയ്യുന്നത് എക്സ്പ്രഷൻ ഇടുക. അല്ലെങ്കിൽ നായകൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, വില്ലൻ ചെയ്യുന്ന ഓരോ കാര്യം കാണുമ്പോൾ ഇത്രയും കഴിവുണ്ടോ ഇവന് എന്ന്
അമ്പടാ അമ്പടാ ആ സാധനം അത് നമ്മൾ നോക്കുമ്പോൾ തുടക്കം ഒരു സീനിൽ കണ്ടാൽ ഓക്കെ, കാരണം ഇത്രയും കാലമായിട്ട് അത് ക്ലൈമാക്സ് വരെ ഇതുണ്ട്. അത് ക്ലൈമാക്സ് വരെ സാധനമുണ്ടോ? ഞാനാണെങ്കിൽ എന്താണ് ഇത് എല്ലാ സീനിലും കെട്ടാൻ വേണ്ടിയാണ് നിങ്ങളെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് പറയുന്നത്. അതെ അതെ, 9ാമത്തെ ബുക്ക് എടുക്കുമ്പോഴും ചേട്ടാ ഇത് ഇവൻ ബുക്കൊക്കെ എടുക്കുമല്ലേ. ഓ രാമനാഥൻ ഇത് അങ്ങനത്തെ ലെവല് സാധനങ്ങളാണ്. പക്ഷെ അത് ഞെട്ടിയേക്കോ, ബാക്കിയുള്ളവരും ഞെട്ടുന്നില്ല. അതന്നെ ബാക്കിയുള്ള ആദ്യമായിട്ട് വില്ലനെ കാണുന്ന പോലും ഞെട്ടുന്നില്ല. ഈ പടത്തിലൊരു നല്ല ഫൈറ്റ് സീൻ്റെ കാര്യം പറഞ്ഞു. മറ്റേ ആ ഒരു ഈ മിറായി കൊണ്ട് ഒരു ഫൈറ്റ് സീനുണ്ട്. മിറായി വലുതായി കഴിഞ്ഞിട്ടൊരു സീനുണ്ടല്ലോ, അത് രസമുണ്ടായിരുന്നു. ആ സീക്വൻസ് ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കറിയാം കുറച്ചുകൂടി ഫുള്ളി വർക്കായില്ല. പക്ഷേ ഒരു ജാപ്പനീസ് ഇവർ ജപ്പാന്നൊക്കെ എഴുതി കാണിച്ചിട്ട് ജാപ്പനീസ് അത് ഭയങ്കര ക്യുക്കാണ്, ഭയങ്കര പെട്ടെന്ന് ഒരുപാട് ലെങ്ത് ഒന്നുമില്ല. പെട്ടെന്ന് പ്രൊഫസർ ആദ്യമായിട്ട് കാണുന്നല്ലേ, നിങ്ങളുടെ ഒരു ബുക്ക് ഉണ്ട് നിങ്ങൾ ഒളിപ്പിച്ചേക്കണം. അവിടെ കുറച്ച് എഡിറ്റിങ്ങിലൊക്കെ എനിക്ക് എന്തോ കുറച്ച് എഡിറ്റിംഗ് ആണ് അതിന്റെ വിഷയം. പക്ഷേ അതിനകത്താണ് കുറച്ച് ടെക്നിക്സ് ഉള്ളത്. അതായത് മറ്റേ ഒരാളെ കൊന്നില്ല, മറ്റേ ഒരു കയറിങ്ങനെ ചുറ്റിട്ട് ഒരു കയർ അങ്ങോട്ട് പോകുന്നു. ഇത് നമുക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ അവരത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത സീനിൽ തലയില്ല, പക്ഷെ നമ്മളത് വ്യക്തത കാണിക്കത്തില്ല, കാണാം തല മുറിഞ്ഞു പോയതൊക്കെ. ബട്ട് എനിക്ക് തോന്നി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഐഡിയാസ് ഉണ്ടായിരുന്ന ഫൈറ്റ് അതായിരുന്നു തോന്നുന്നു, മറ്റേ ആ ജാപ്പൻ. പക്ഷെ അത് അവിടെ ഈ എഡിറ്റിംഗിൽ നമുക്കിത് കാണുമ്പോൾ ഭയങ്കര ഇതെന്താ ഇങ്ങനെ ഒരു നമുക്കിത് ഇടയ്ക്ക് എന്തോ കുറെ പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ജമ്പ് ചെയ്യുന്ന പോലത്തെ ഫീൽ ഉണ്ട്. അത് വില്ലന്റെ പവർ ഈ പറയുന്ന പോലെ ഇപ്പോൾ ലോകക്കകത്തുള്ള ബഡ്ജറ്റ് ഇഷ്യൂ തന്നെയാണെന്ന് തോന്നുന്നു. ഈ വില്ലന്റെ പവറിനെ ഇങ്ങനെ ഒതുക്കിയേക്കുക. വില്ലന്റെ വാൾ ആയിക്കൊണ്ടിരിക്കുക. വില്ലന്റെ വാൾ ഇടയ്ക്ക് ഇൻവിസിബിൾ ആവും തിരിച്ചു. അപ്പം ഞാനിത് എന്തുകൊണ്ട് ഇങ്ങനെ, എന്തിനാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്, ഇത് എന്തുകൊണ്ടെന്നല്ല, ഇത് എന്തിനിങ്ങനെ എന്തുകൊണ്ടാണ് നീ ഇടയ്ക്ക് ചോദിച്ചാൽ പിന്നീട് എനിക്ക് മനസ്സിലായത്. അതായത് ഒരു ഓന്തിനെയാണ് ഇത് വെച്ചേക്കുന്നത്. ആ ഓന്തിനെ വെച്ചതിന്റെ റീസൺ ഇതാ. അതായത് ഓന്തിനെ പിടിച്ച് തീയിലിട്ട് ചുട്ടാണ് പുള്ളി വാളുണ്ടാക്കുന്നത്. ഓന്തിനെ ചുട്ട് വാളുണ്ടാക്കും. അപ്പൊ ഓന്തിന്റെ നിറം മാറുന്നു. ആ സാധനമാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. പിടിച്ചിട്ടേ ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ട് ഞാൻ പിടിച്ചു. ഞാൻ എന്റെ പടം കണ്ടോണ്ടെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറുന്നു. പക്ഷെ എന്തിനാണ് സംഭവം വിഷ്വൽ എഫക്ട്. ഇപ്പൊ ആ വാളില്ല, വാളിന്റെ പിടി മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒരാൾ വെട്ടാൻ വരുമ്പോ ഇല്ലടാ ഇത് വാളുണ്ട് എന്ന് കൊണ്ടുനടക്കാനുള്ള എളുപ്പം. കൊണ്ടുനടക്കാൻ ഇത് മാഞ്ഞു പോകുന്നില്ലല്ലോ. സോറി, ഇത് ഇൻവിസിബിൾ അല്ലേ ആവുന്നുള്ളൂ, ഇത് ഇല്ലാണ്ടായി പോകുന്നില്ലല്ലോ. അവിടെ ഉണ്ടല്ലോ, ഇത് തട്ടി നോക്കി കാണാം. അങ്ങനെ ആയിരുന്നല്ലേ. ഞാനത് കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇത് എന്താണ് ഇത്, നമ്മളിപ്പോൾ അങ്ങനെ ഒരു സീൻ വെക്കുമ്പോൾ ഒന്നുകിൽ അത് അങ്ങനെ യൂസ് ചെയ്യാം. അത് ഇൻവിസിബിൾ ആയിട്ട് ഇങ്ങനെ ഒരു വടിയുണ്ട്, നീ ഇത് വെച്ച് വരുമ്പോഴത്തേക്ക് പുള്ളി ഇത് വെച്ച് ഇങ്ങനെ കാണിച്ച് രണ്ടുപേരെ തലയാർത്തുന്ന സീനൊക്കെ ആണെങ്കിൽ നമുക്ക് എന്നിട്ടാണ് അങ്ങനെ ഒരു ഇൻട്രോ ഇല്ല. ആ വാളിനൊരു ഇൻട്രോ ഇവരെല്ലാം എല്ലാത്തിനും എല്ലാ എലമെന്റ് കുറെ എലമെന്റുകൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമുക്കിത് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം എന്നുള്ളതിനാ ഞങ്ങളിങ്ങനെ എടുക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കാം എന്നുള്ളത്. ഞങ്ങളുടെ കുറേ ഐഡിയാസ് ഉണ്ട്, ഞങ്ങളിതിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഓർഡർ ഒന്നും ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അത് നമുക്ക് അല്ല, ഇവർ എപ്പോഴും ഈ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് ഇതിനകത്ത് ഈ സ്ക്രിപ്റ്റിലിരുന്ന് ഇവർ രണ്ടുപേര് ഒരാൾ എഴുതിയ സ്ക്രിപ്റ്റിൽ ഇരുന്നിട്ട് രണ്ടുപേര് വായിച്ചു നോക്കുന്നതല്ല. ഇവർ എപ്പോഴും ഈ ഒരു വലിയ പടം അല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയ സിനിമ ചെയ്യുമ്പം ഒരു സ്ക്രിപ്റ്റിനൊരു വലിയ ടീം വേണം എപ്പോഴും. കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് പേരടുത്ത് ഈ സാധനം ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇതിനകത്ത് എന്ത് പ്രശ്നം ഉണ്ടെന്ന് ഇപ്പം നമ്മുടെ ചുറ്റിരിക്കുന്നതിന് 3 പേർക്ക് നമുക്ക് ഈ കഥ വായിക്കാൻ കൊടുത്താൽ അവർ പറയും കൊള്ളാൻ ചേട്ടാ കിടു സാധനം എന്ന് പറയും. അങ്ങനെയല്ല നമുക്ക് വേണ്ട, ഒരിക്കലും ഇറങ്ങത്തില്ല. അത് തന്നെ ഒരുപാട് പേരുടെ അഭിപ്രായം വരുമ്പോൾ ചിലപ്പോൾ അത് ഇറങ്ങാതെ പോകും. പക്ഷേ എന്നാലും ഒരുപാട് പേരുടെ അഭിപ്രായം ഉണ്ടായാലും അതിനെ ഒരുപക്ഷെ നന്നാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതെ അതെ, ഇതിങ്ങനെ ഈ മൾട്ടിപ്പിൾ ഡ്രാഫ്റ്റ്സിന്റെ ഇഷ്യൂ ആണ്. അപ്പോൾ എനിക്കൊന്ന് ഒരു ഡ്രാഫ്റ്റ് ഓക്കെ ആയി പ്രൊഡ്യൂസറൊക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നെ ഇവർ മറ്റേ ഇതിന്റെ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങും. അപ്പോൾ പിന്നെ റൈറ്റിംഗ് സ്റ്റേജിനകത്ത് ഒരുപാട് ഇരിക്കത്തില്ല. പിന്നെ ഇവരുടെ ഇൻട്രസ്റ്റിംഗ് മറ്റേ കോസ്റ്റ്യൂംസ്, ഇവരുടെ വില്ലൻ്റെ ലുക്ക്, ഇതിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് അതൊക്കെ ഇൻട്രസ്റ്റിംഗ് എലമെന്റ്സ് ആണ്. ഇപ്പം എല്ലാ ഡയറക്ടേഴ്സും എനിക്ക് തോന്നുന്നു ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ അതാണ്. ഈ സ്ക്രിപ്റ്റിൽ നമുക്കിത് എന്ത് വർക്ക് ചെയ്യാം എന്നുള്ളതിലുപരി ഇതിൻ്റെ ലുക്ക്, ഇതിൻ്റെ ഈ വാളിൻ്റെ പരിപാടിയൊക്കെ ചിലപ്പോൾ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരിക്കത്തില്ല. അതൊക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ വാൾ വെച്ചുള്ള ഫൈറ്റ് കാണും. പക്ഷേ ഈ വാളിൻ്റെ പരിപാടി വിഷ്വൽസ് മാത്രമേ ഇവരുടെ മനസ്സിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വാളിന് പ്രത്യേകിച്ച് പർപ്പസ് ഒന്നുമില്ല. ആ വാളങ്ങനെ മായും ഇടയ്ക്ക് തിരിച്ചു വരും. വില്ലനിങ്ങനെ ഇടയ്ക്ക് നോക്കുമ്പോഴത്തേക്കും മായും ഇതെങ്ങനെയുണ്ട് ഈ സാധനം എന്നൊക്കെ പറഞ്ഞു. പിന്നെ മറ്റേ നല്ലൊരു സാധനമായിട്ട് തോന്നി നായകനെ തുടക്കം തൊട്ടേ അമ്മ വഴി കാണിക്കുന്നു പറഞ്ഞൊരു പരിപാടിയില്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ അതും നമുക്ക് ക്ലാരിറ്റി ഇല്ലാതെ പടത്തിൽ വരുന്നത്. എന്നാലും അത് നല്ല പരിപാടിയാണ്. അമ്മ ഇങ്ങനെ വഴി കാണിച്ചു. എനിക്ക് പോകാൻ സമയം വഹിച്ചേട്ടാ, ചെരുപ്പ് ഇങ്ങനെ തോന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാൻ സമയം ഇടിക്കണം അവിടെ ചെരുപ്പ്. അതായത് നായകൻ ചെറുപ്പം മുതൽ വാൽനക്ഷത്രം ഏത് ദിശയിലേക്ക് സഞ്ചരിക്കുന്നു ആ ദിശയിലേക്ക് ഇവൻ കാണുമ്പോൾ സഞ്ചരിക്കാൻ തുടങ്ങും. അങ്ങനെ അവൻ ഇങ്ങനെ പല നാടുകൾ നേടി അങ്ങനെ വരും. അങ്ങനെ നമ്മുടെ നായ സഞ്ചരിക്കണം. അപ്പം
ഒരു സീനിൽ കാണിക്കും ചെറുപ്പത്തിൽ ചെരുപ്പ് തുടങ്ങുന്ന ഒരാളോട് ഇരിക്കും. അവിടെ ചെരുപ്പ് കുറച്ചോടെങ്കിൽ പെട്ടെന്ന് ഒരു വാൽനക്ഷത്രം പോകുന്ന കാണുമ്പോഴേക്കും ചേട്ടാ എനിക്ക് പോകാൻ സമയമായി അപ്പം വിളിക്കും. നമ്മളിത് കാണുമ്പോൾ ഇപ്പം ആ ഒരു ചെരുപ്പടക്കാരൻ ഇരിക്കണം അവിടെ ഇരുന്നിട്ട് ചെരുപ്പ് വൃത്തിയായിട്ട് പോയാൽ മതി എന്ന് പറയുന്നത് തോന്നുന്നു നമുക്ക്. നിനക്ക് ചുമ്മാണോ പൈസ തരുന്നത്, വൃത്തിയാക്കിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞത് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. സിനിമയെ കാണുമ്പോൾ ഭയങ്കര പെട്ടെന്ന് ഡബിന്റെ കുറേയൊക്കെ ഡബിന്റെ ഇഷ്യൂ ആണ് അത്. പിന്നെ ഒരു വളരെ അംബീഷ്യസ് ഒരു സീനുണ്ട്, ബട്ട് അത് ഫുൾ ഇമ്പാക്റ്റിൽ എത്തത്തില്ല. അത് ആ ട്രെയിനിൻ്റെ സീക്വൻസ് അത് അവർ കുറച്ചധികം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ പറയുന്ന വാറിനകത്തൊരു ട്രെയിൻ സീക്വൻസ് ഫുള്ളി ഒരു അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ബെറ്റർ ആയിട്ട് എടുക്കാൻ ശ്രമിച്ചൊരു സീനാണ്. പക്ഷെ അവിടെ ഒരു ആക്ഷൻ സീക്വൻസ് ഈ ട്രെയിനിൻ്റെ മുകളിലേക്ക് ചാടിക്കറന്ന് കുറച്ച് പേര് വരും, അത് വളരെ ക്വിക്കായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു മറ്റേ ലേഡി ക്യാരക്ടറുണ്ടല്ലോ, ലേഡി വില്ലത്തി, പുള്ളിക്കാരി ചിലപ്പോൾ പുള്ളിക്കാരിയായിരിക്കും ഈ ടീമിൽ ലീവ് ഒറ്റടിയിൽ തീർന്നു, മണിയിൽ ചെന്നടിച്ചു കഥ. അപ്പോൾ അത് കഴിഞ്ഞ് അതായത് ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് ഈ ട്രെയിനിൻ്റെ ഇത് ലോക്കോ പൈലറ്റ് ഇല്ല, ഡ്രൈവർ ഡൈ എന്ന് പറഞ്ഞ് മറ്റേ ഇടികൊള്ളുന്ന പറയുന്നുണ്ട്. നമ്മളാണെങ്കിൽ എന്തിനാ ഡ്രൈവർ എന്താ പറയുന്നത്, ബാക്കിയോടെ പറയടാ. അപ്പോൾ ആ സീൻ കാണുമ്പോൾ നമ്മൾ അതേപോലെ നായകൻ പോയിട്ട് ഈ ട്രെയിൻ നിർത്താനുള്ള ശ്രമമാണ്. അപ്പം മിറായി കൊണ്ട് മറ്റേ സ്ഥിരം നമ്മൾ ഈ സൂപ്പർ ഹീറോയിക് സീൻ ഉണ്ടല്ലോ, ജനങ്ങളെ മുമ്പോട്ട് ഓടുന്ന ട്രെയിനിൽ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് എറിഞ്ഞിട്ട് സാധനം കൈ പിടിച്ചാൽ നിലത്ത് കുത്തി ട്രെയിൻ ഇങ്ങനെ കൊണ്ടുപോയി കറക്റ്റ് ഇടിച്ച് നിർത്തി. അതെ അതെ, ഒരു ട്രെയിൻ എടുത്തപ്പോൾ അവർ കുറച്ച് വൃത്തിയായിട്ട് ചെയ്തു. അതെ, അവർ അതിനകത്ത് അത്യാവശ്യം ശരിക്കും ഒരു ട്രെയിൻ ഓടിച്ചെടുത്തിട്ടുണ്ട്. VFXന്റെ സ്ഥിരം VFX ട്രെയിൻ ഓടിക്കാതെ കുറച്ചുകൂടെ അവർ റിയൽ ആയിട്ട് കണ്ടപ്പോഴത്തേക്കും ഇവർ ഈ ട്രെയിനിന്റെ മേളിൽ കൂടെ ഓടുന്നൊക്കെ അത് റിയൽ ആയിട്ട്, കാരണം അതിന്റെ BTS അവർ കാണിക്കുന്നുണ്ട്. അത് ഇവർ ഭയങ്കരമായിട്ട് ഇവർ ഓൾറെഡി എല്ലാവരും റോപ്പൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ആ സാധനം എടുത്തിരിക്കുന്നത്. ഇവരുടെ ശ്രമം മൊത്തം നടന്നേക്കുന്നത് പ്രൊഡക്ഷനിലാണ്. ഇപ്പോൾ ഈ സ്ക്രിപ്റ്റിലിരുന്ന് വർക്ക് ചെയ്യുക, പിന്നെ എനിക്ക് തോന്നുന്നു ഈ റിട്ടൺ ഡയറക്റ്റഡ് ക്യാമറ, ഇത് മൂന്നും കൂടെ ഹാൻഡിൽ ചെയ്തെന്ന് ഉണ്ടാകുന്നു. കുറച്ച് ഡയറക്ടോറിയൽ കുറച്ച് ഫ്ലാറ്റാണ്. നമുക്കിങ്ങനെ ഒരു സീൻ കാണുമ്പോഴത്തേക്കും ഒരു സീൻ കവറേജ് പോലെയാണ്. പുള്ളി വിഷ്വലി പുള്ളി എടുക്കുന്നുണ്ട്, പക്ഷേ ആ സീൻ ലൈറ്റ് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്. ബട്ട് ഇങ്ങനെ സീനിന്റെ ഡയലോഗ്സ് ഒക്കെ ഇവന്റെ ഡയലോഗ് എന്റെ ഡയലോഗ് പറയുമ്പോൾ ഞാൻ ഡയലോഗ് പറയുന്നത് എന്റെ ഷോട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ബേസിക്കലി നമ്മൾ വിഷ്വൽ ലാംഗ്വേജ് ഇല്ല. അത് എന്താന്ന് ചോദിച്ചാൽ അത് അപ്പോൾ ചോദിക്കും മേഡം പിന്നെ ഡയലോഗ് പറയുമ്പോൾ ഇവന്റെ നിന്റെ ഡയലോഗ് പറയുമ്പോൾ പിന്നെ അവന്റെ മുഖത്ത് വെക്കണം. അങ്ങനെയല്ല, നമുക്കൊരു വേറൊരു ഫ്ലോ ഉണ്ട്. ഈ ഡയലോഗ്സ് ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ട്. ഇതിപ്പം ഭയങ്കര ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക്കലി ഇപ്പം സിനിമകളെ കണ്ടു നോക്കും, കവറേജും സ്റ്റേജിങ്ങും ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഒരു ഡയലോഗ് സീനിൻ്റെ സ്റ്റേജിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. പഴയ വാക്കാണ്. ഈ നമ്മൾ നാടകത്തിൽ സ്റ്റേജിൽ ഓരോരുത്തർ ഡയലോഗ് പറയുമ്പോഴത്തേക്കും അവരെ എങ്ങനെ പ്ലേസ് ചെയ്യും. കാരണം പണ്ട് ഒരു മൈക്ക് ഇങ്ങനെ തൂക്കിയിടും, അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ അനങ്ങി വന്ന മൈക്ക് ഡയലോഗ് പറയുന്നു പോകുന്നു. അപ്പം അതിൻ്റെ ഒരു പ്ലേ ഉണ്ട്. ആ പ്ലേ ഇങ്ങനെ ഡിസൈഡ് ചെയ്യണം. അതാണ് ഓഡിയൻസിന് ഒരൊറ്റ ആംഗിളേ ഉള്ളൂ. അപ്പം നമുക്ക് എങ്ങനെ ഇവരെ ഓരോരുത്തരെ അവരവരുടെ സീനിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാന്നൊക്കെ തീരുമാനിക്കും. ആ സംഭവം സിനിമയ്ക്കകത്തുണ്ട്. നമ്മളിങ്ങനെ ഒരു ആംഗിൾ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത്. ഭയങ്കര നല്ലൊരു എക്സാമ്പിളാണ് സ്പീൽബർഗിന്റെ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചില വണ്ണേഴ്സ് സ്പീൽബർഗ് വണ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി യൂട്യൂബിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അതിനകത്ത് നമുക്കൊരു ഒറ്റ ഷോട്ടിൽ തന്നെ അവരുടെ സീൻ കവറേജിൽ അപ്പോൾ 2-3 ഷോട്ട് ഉണ്ടാകത്തുള്ളൂ പലപ്പോഴും. അപ്പോൾ അതിൽ തന്നെ ആൾക്കാർ ഇങ്ങനെ മൂവ് ചെയ്ത് അവരെ ഒരു സീനിനകത്ത് എന്തൊക്കെ ഇൻവോൾവ് ആയി അവർ ആക്ട് ചെയ്ത് എന്തെങ്കിലും ചുമ്മാ ഇങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങോട്ട് കട്ട് അങ്ങനെ പോകാതെ ഈ നമ്മൾ യൂഷ്വലി 180 ഡിഗ്രി റൂൾ എന്ന് പറയും. അതായത് 2 പേര് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ 2 ഷോട്ട് പിന്നെ ഇൻഡിവിജ്വൽ കട്ട് അല്ലെങ്കിൽ OTS അങ്ങനെ വെച്ച് നമ്മളൊരു 3 ഷോട്ടിൽ കവർ ചെയ്ത് വിടാം. ഇപ്പം നമ്മളാണെങ്കിലും എടുക്കുമ്പോൾ അങ്ങനെ കവർ ചെയ്ത് വിടാറുണ്ട്. കാരണം പലപ്പോഴും സെറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യണം ഇതിൽ നിന്ന് അറിയില്ലായ്മയ്ക്ക് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്ത് കവർ ചെയ്ത് വിടും. അതല്ലാതെ ഒരു വിഷനുള്ള നല്ല ഒരു വിഷനുള്ള ഡയറക്ടർ ആണെങ്കിൽ അത് ഇപ്പോൾ ഈ സ്പീൽബർഗിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പല പ്രൊഡ്യൂസേഴ്സും പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ 2-2.5 ദിവസത്തെ ഷൂട്ട് വെക്കും, പുള്ളി അത് ഒറ്റ ഷൂട്ടിൽ അത് തീർക്കും, അര ദിവസം കൊണ്ട് അത് തീർക്കുമ്പോഴത്തേക്കും പ്രൊഡ്യൂസേഴ്സിന് അത് ഭയങ്കര ലാഭം. അതായത് ഈ പുള്ളിയുടെ വണ്ണേഴ്സിന് പ്രത്യേകിച്ച് വണ്ണേഴ്സ് എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഒറ്റ സിംഗിൾ ഷോട്ട് എടുക്കുക എന്നുള്ള ഉദ്ദേശമല്ല. ഒരു കവറേജിന് ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ മറ്റേ വൈഡ് മിഡ് ക്ലോസ് ഒക്കെ ചിലപ്പോൾ ഒറ്റ ഷോട്ടിൽ പോകും. ഈ ജുറാസിക് പാർക്ക് 2-ൽ മറ്റേ ഒരു ബസ് കിടക്കത്തില്ല, അപ്പോൾ ഒരാൾ വന്ന് രക്ഷിക്കാൻ വരും. അത് ആക്ച്വലി മൾട്ടിപ്പിൾ ഷോട്ട്സ് ആയിരുന്നു. പിന്നീട് പുള്ളിയാണ് അത് വന്നിട്ടത് സിംഗിൾ. ഇപ്പോൾ കാർ വന്നിട്ട് ഫോളോ ചെയ്ത് പുള്ളി വന്ന് താഴോട്ട് നോക്കും, ഇവരെ കാണും, എന്നിട്ട് തിരിച്ചു പോയിട്ട് ഈ കയറ് കിട്ടുന്ന അങ്ങനെ അത്ര പുള്ളി പോയി കയറിട്ട് എടുത്ത് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ തന്നെ അത്
കട്ട്സ് ഇല്ലാതെ ഇങ്ങനെ പുള്ളി ഇങ്ങനെ അത് ആക്ച്വലി മൾട്ടിപ്പിൾ കട്ട്സ് ആയിരുന്നു. അതിപ്പോൾ അങ്ങനെ എടുക്കാം. ഇപ്പോൾ പുള്ളിയുടെ ഒരു ഷോട്ട്, പുള്ളി നോക്കുന്ന ഒരു ഷോട്ട് അങ്ങനെ എടുക്കാം. ബട്ട് ഇത് വണ്ണറായിട്ടാണ് എടുത്തേക്കുന്നത്. വണ്ണേഴ്സ് കൂടുതലും കാണുന്ന കൊറിയൻ സിനിമകളിലാണ്. നമുക്കിങ്ങനെ ഒരു വൈറ്റ് ഫ്രെയിമിൽ ഈ ഫുൾ സീക്വൻസ്. അപ്പോൾ നമ്മൾ വേണം ശ്രദ്ധിക്കാൻ. അപ്പോൾ ഈ ഇന്ന ക്യാരക്ടറെ ശ്രദ്ധിക്കാൻ. നമ്മൾ ഓഡിയൻസ് അയാളെ ശ്രദ്ധിക്കണമെങ്കിൽ അയാൾ അനങ്ങുമോ അയാൾ എഴുന്നേക്കൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മളങ്ങനെ ശ്രദ്ധിക്കും. പിന്നെയാണ് അയാളുടെ ആക്ടിവിറ്റി വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഡേവിഡ് ഫിഞ്ചറിനുണ്ട് ഈ സ്റ്റൈൽ. അതായത് ഡയലോഗ് സീന് പുള്ളി കവർ ചെയ്യുന്നതിനില്ലേ ഒരു സ്റ്റൈലുണ്ട്. അതായത് ആക്ടേഴ്സ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ മൂവ് ചെയ്യും. അങ്ങനത്തെ ഒരു സ്റ്റൈലുണ്ട് പുള്ളിക്ക്. അതായത് ആക്ടേഴ്സിന് അത് ഭയങ്കര മൈന്യൂട്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, പുള്ളി ഇങ്ങനെ ഒന്ന് ശ്വാസം എടുക്കുന്നില്ലേ, ശ്വാസം എടുക്കുമ്പോൾ ആ ബ്രീത്തിങ് ക്യാമറയ്ക്ക് ഉൾപ്പെടെ കൊടുക്കും. അതൊരു പറയുന്നുണ്ട് ഭയങ്കര ഹെക്റ്റിക് പ്രോസസ്സാണ് പുള്ളിയുടെ. അതായത് മൾട്ടിപ്പിൾ ടേക്സ് എടുക്കും. അതായത് ഇങ്ങനെ ചുമ്മാ വെറുതെ അവരുടെ അഭിനയം പോലും ഇങ്ങനെ ഭയങ്കര ഇവർ ഡയറക്ടറുടെ കൺട്രോളിലായിരിക്കും നടക്കുന്നത് പറയുന്നത്. അതായത് പുള്ളിയുടെ നമ്മൾ ആക്ടേഴ്സിന് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്ത് അതനുസരിച്ച് ക്യാമറയ്ക്കുള്ള ചെറിയ മൂവ്മെൻറ്റ് അവർ എങ്ങോട്ട് പോകുന്നു അതനുസരിച്ചിട്ട് ക്യാമറ ഇവരെ ഇങ്ങനെ അത് ലൈറ്റ് മൂവ്മെൻറ്റ് വരെ നടക്കും. അതിൻ്റെ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ യൂട്യൂബിൽ അവൈലബിൾ. ഡാൻസ് വീഡിയോ ഇങ്ങനെ അനക്കുമ്പോഴത്തേക്കും അല്ല ഇത് നമ്മുടെ സോഡിയാക്ക് എന്ന് പറഞ്ഞ പടത്തിലൊക്കെ കുറച്ച് സീനൊക്കെ വണ്ടി തിരിയുമ്പോൾ ഹെലികോപ്റ്റർ ഷോട്ട് അല്ലേ, അത് നല്ല രസമാണ്. വണ്ടി തിരിയുമ്പോൾ കറക്റ്റ് വണ്ടിയുടെ കൂടെ തിരിയുന്ന സാധനം. സോറി, നമ്മൾ വിഷയത്തിന് തെന്നി മാറ്റിക്കുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് ഈ സീൻ കവറേജിനെ പറ്റിയായിരുന്നു ഈ സിനിമയിൽ. അപ്പോൾ ഇങ്ങനെ ഡയറക്ടർ ക്യാമറ എഡിറ്റിംഗ് റിട്ടേൺ ഇത്രയും സാധനങ്ങൾ ഡയറക്റ്റഡ് ബൈ ആൻഡ് ക്യാമറ ഒരുമിച്ച് ചെയ്തപ്പോൾ ഇപ്പം ക്യാമറ അത്യാവശ്യം നീറ്റാണ്. പുള്ളി ക്യാമറമാനാണ് ആക്ച്വലി. പുള്ളി ക്യാമറമാൻ ഫുള്ളി പടം നീറ്റാണ്. ബട്ട് അത് സിമിലർലി ഹാൻഡിൽ ചെയ്ത ഡയറക്ഷൻ ഒഴിച്ച് ഹാൻഡിൽ ചെയ്തൊരു പടമാണ് മറ്റേ കിഷ്കിൻ്റെ കണ്ടം. അത് എനിക്ക് ക്യാമറമാനും റൈറ്റർ ഒരാളാണ്. അപ്പോൾ ഡയറക്ടറുടെ കയ്യിലേക്ക് അത് പോകുമ്പോൾ അത് ഡയറക്ടറുടെ കയ്യിലേക്ക് വേറൊരു വലിയ ഹെക്റ്റിക് ഒരു ജോബ് വേറൊരാൾക്ക് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ സീൻ നമുക്ക് ഓക്കെ വൃത്തിയുള്ളൊരു ഷോട്ട് എടുക്കാൻ പറ്റും. ബട്ട് അതിനകത്ത് ഡയറക്ടോറിയൽ ഒരു ഇൻപുട്ട് ചിലപ്പം ഭയങ്കര ഹെക്റ്റിക്കായിട്ട് അതെ ഭയങ്കര നമ്മളിവിടെ നന്നായിട്ട് ചെയ്യുന്ന ഒരാളുണ്ട് അമൽനീരത്തും. പിന്നെ പുള്ളിയുടെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് പുള്ളി അത് സമയം എടുക്കും. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ ഒരു പ്രശ്നം അതെ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അത് ഇങ്ങനെയാണ് നമുക്ക് ആക്ച്വലി ഈ പടം കണ്ടപ്പോൾ അതെ നമ്മൾ ഒറ്റയടിക്ക് ഇത് കൊള്ളത്തില്ല ആ ഒരു ലൈൻ ഓഫ് പരിപാടി നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ പടം കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നി നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ആക്ച്വലി ഈ വീഡിയോ കണ്ടിട്ട് പോയി പടം കാണുക വേണ്ട എന്നുള്ളതല്ല തീരുമാനിക്കാം. നിങ്ങൾ ആക്ച്വലി പടം കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. നമ്മൾ ഈ വീഡിയോയിൽ അത്യാവശ്യം സ്പോയിലേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ സിനിമ ആദ്യം പോയി കാണുക, എന്നിട്ട് വന്ന് നമ്മുടെ വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയനുമായിട്ട് നമ്മുടെ ഒപ്പീനിയൻ ചേരുന്നുണ്ടോ അതോ അതിന് എതിരഭിപ്രായങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതെ അതെ നമുക്ക് അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക. അതായത് നിങ്ങൾക്ക് അപ്പം നമുക്ക് കാണാത്ത കാര്യങ്ങളോ നമ്മൾ പറഞ്ഞതിൽ റോങ് ആയിട്ടുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് ഫീൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മെൻഷൻ ചെയ്യൂ. ഫിലിം ഡിസ്കഷൻ അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രം ഡിസ്കസ് ചെയ്യില്ല, നിങ്ങൾ ഓഡിയൻസും തമ്മിലുള്ള കൂട്ടത്തിൽ ഒരു പാർട്ടാണ്. ഡിസ്കഷൻ കമന്റിൽ വരട്ടെ. ഭാവിയിൽ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ മിറായി കാണണമെന്ന് താല്പര്യമുള്ളവർ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കണ്ടു നോക്കൂ, എന്നിട്ട് വന്ന് നമ്മുടെ വീഡിയോ കാണും.